Okay, good morning, dear students. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മളെ 13ാമത്തെ ചാപ്റ്റർ ഹൈഡ്രോ കാർബൺസ് എന്നുള്ളതാണ്. നമുക്കറിയാം ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 12ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്താണ്, അവരുടെ നെയിമിങ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ടുകളെയാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കുക. ദ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ഓൺലി ആർ കോൾഡ് ഹൈഡ്രോ കാർബൺസ്. കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ടുകളാണ് ഹൈഡ്രോ കാർബൺസ്. ഈ ഹൈഡ്രോ കാർബണുകളെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയായിരിക്കും? നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. 3 ടൈപ്പ് ഹൈഡ്രോ കാർബൺ ആണ്. ഒന്ന് ആൽക്കെയിൻ അല്ലേ, ലാസ്റ്റ് ANE ഉള്ളത്. അതായത് കാർബൺ കാർബൺ ബോണ്ട് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ, കാർബൺ ബോണ്ട് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആ ഹൈഡ്രോ കാർബണിന്റെ പേരെന്താണ്? ആൽക്കെയിൻ. ഇനി കാർബൺ ബോണ്ട് ഡബിൾ ബോണ്ട് ആണെങ്കിലോ അവരെ നമുക്ക് വിളിക്കാവുന്നതാണ് ആൽക്കീൻ. കാർബൺ ബോണ്ട് എവിടെയെങ്കിലും, ഇപ്പോൾ ഒരുപാട് കാർബൺ ആറ്റം ഉണ്ട്, ഏതെങ്കിലും ഒന്നെങ്കിലും ഡബിൾ ബോണ്ട് ആയാൽ അത് ഏത് ടൈപ്പിലാണ് വരിക? ആൽക്കീൻ. കാർബൺ ബോണ്ട് ഈസ് ഡബിൾ ബോണ്ട്, ദെൻ ഇറ്റ് ഈസ് ആൽക്കീൻ. കാർബൺ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ആൽക്കൈൻ എന്നാണ് പറയാം. കാർബൺ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈൻ. അത് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANEയിൽ അവസാനിക്കും. ഡബിൾ ബോണ്ട് ആണെങ്കിലോ ENEയിൽ അവസാനിക്കുക. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ YNE. അപ്പോൾ ആൽക്കൈൻ, ആൽക്കീൻ, ആൽക്കൈൻ. ഇനി നമുക്കറിയാം ആൽക്കൈൻ്റെ കേസിൽ അവിടുത്തെ ജനറൽ ഫോർമുല എന്താ വരിക? ആൽക്കൈൻ്റെ ജനറൽ ഫോർമുലയാണ് CnH2n+2. ഈ ഫോമിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ആൽക്കൈൻ എന്ന് പറയാം. CnH2n+2. ആൽക്കീൻ ആണെങ്കിലോ ഒരു ഹൈഡ്രജൻ 2 അങ്ങോട്ട് കുറയും അല്ലേ, ഒരു ബോണ്ട് അധികം വരികയാണ്, ഡബിൾ ബോണ്ട് ആവുകയാണ്. അപ്പോൾ 2 ഹൈഡ്രജൻ കുറയും. അപ്പോൾ അവരുടെ ജനറൽ ഫോർമുല എന്തായിട്ട് മാറും? CnH2n. ഇനി ആൽക്കൈൻ ആയാലോ ഒരു ബോണ്ട് കൂടെ കൂടും. ഒരു ബോണ്ട് കൂടണമെങ്കിൽ 2 ഹൈഡ്രജൻ വീണ്ടും കുറയണം. അപ്പോൾ ഇവിടുത്തെ ഫോർമുല എന്തായിട്ട് മാറാം? CnH2n-2. CnH2n-2. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൈഡ്രോ കാർബണുകളെ നമുക്ക് അവയിലെ ബോണ്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. കാർബൺ ബോണ്ടുകളൊക്കെ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കെയിൻ ANE. കാർബൺ ബോണ്ട് ഡബിൾ ബോണ്ട് വന്നാൽ ആൽക്കീൻ. കാർബൺ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് വരികയാണെങ്കിലോ ആൽക്കൈൻ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഹൈഡ്രോ കാർബണുകളെ ക്ലാസിഫൈ ചെയ്യാം. ആൽക്കൈൻ, കാർബൺ ബോണ്ട് സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമുക്ക് അതിന് ആൽക്കൈൻ എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയൊരു ആൽക്കൈൻ നോക്കാം. ഇപ്പോൾ നമുക്കറിയാം ഈ ആൽക്കൈൻ്റെ കേസിൽ ജനറൽ ഫോർമുല CnH2n+2 എന്നുള്ളതാണ്. അതായത് ഒരു കാർബൺ എടുക്കുകയാണെങ്കിൽ എത്ര ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, അതാണ് നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ Nൻ്റെ വാല്യൂ 1 ആണെങ്കിൽ, C1 ആണെങ്കിൽ H എത്രയായിരിക്കും? ഹൈഡ്രജൻ എത്ര ഉണ്ടായിരിക്കും? 2 × 1+2. 2 × 1+2. അപ്പോൾ എത്ര വരിക? C 2 × 1 2, 2+2 4. അപ്പോൾ CH4 എന്ന് കിട്ടും. CH4. ഇനി നമുക്ക് അടുത്തൊരു കോമ്പൗണ്ട് നോക്കാം. കാർബൺ 4 എണ്ണം എടുത്തു വിചാരിക്കുക. Nന് പകരം 4 എടുത്തു. അപ്പോൾ ഹൈഡ്രജൻ എത്ര ഉണ്ടാവും? 2 × Nന് പകരം 4 +2. അപ്പോൾ എന്താ വരിക? 2 × 4 8, 8+2 10. അപ്പോൾ C4H10.
C4H10. ഇനി നമ്മളൊരു 6 കാർബൺ ആറ്റം എടുത്താൽ എന്തായിരിക്കും? C6H2 into 6 plus 2. 2 into 6 plus 2. അപ്പോൾ എന്ത് കിട്ടും? C6H14 എന്ന് കിട്ടും. C6H14. ഇങ്ങനെയാണ് നമ്മൾ ആൽക്കേനുകളെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എത്ര കാർബൺ ആറ്റം എടുക്കുന്നുണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും? 2n+2 ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഇവരുടെ പേരിടൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്നാൽ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. CH4 എത്ര കാർബൺ ആറ്റം ഉള്ളത്? ഒരു കാർബൺ ആറ്റം. ഒരു കാർബൺ ആറ്റം ആകുമ്പോൾ അതിൻ്റെ വേർഡ് റൂട്ട് എന്താ കൊടുക്കുക? മെത്ത് എന്ന് പറയും അല്ലേ? ഒരു കാർബൺ ആറ്റം ആകുമ്പോൾ വേർഡ് റൂട്ട് എന്താണ്? മെത്ത്. കാർബൺ കാർബൺ ബോണ്ട് ഒക്കെ സിംഗിൾ ബോണ്ടാണ്, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫോർമുലയിൽ കിട്ടിയത്. സിംഗിൾ ബോണ്ട് ആകുമ്പോൾ അത് ഏതിലാണ് വരിക? ANE. സിംഗിൾ ബോണ്ട് ആകുമ്പോൾ ഏതിലാണ് കൊടുക്കുക? ANE എന്ന് കൊടുക്കണം. സോ ഇറ്റ്സ് നെയിം ഈസ് മീഥൈൻ. അപ്പോൾ അതിൻ്റെ പേര് മീഥൈൻ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. 4 കാർബൺ ആറ്റം ഉണ്ട്. 4 കാർബൺ ആറ്റമുള്ള ഹൈഡ്രോ കാർബൺ എങ്ങനെ നമ്മൾ പേര് കൊടുക്കും? 4 കാർബൺ ആറ്റം വരുമ്പോൾ വേർഡ് റൂട്ട് എന്താണ്? ബ്യൂട്ട് അല്ലേ? ഒരു കാർബൺ ആറ്റം മെത്ത്, രണ്ടാണെങ്കിൽ എത്ത്, 3 പ്രൊപ്പ്, 4 ബ്യൂട്ട്, 5 പെൻറ്റ്, 6 ഹെക്സ്, 7 ഹെപ്റ്റ്, ദെൻ ഒക്റ്റ്, നൺ, ഡെക്ക്. ഇങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? അപ്പോൾ 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ബ്യൂട്ട് സിംഗിൾ ബോണ്ടാണ്, ANE എന്ന് ചേർത്തി കൊടുക്കുക. സോ ബ്യൂട്ടൈൻ. അപ്പോൾ 6 കാർബൺ ആറ്റമുള്ള ആൽക്കേൻ്റെ പേരെന്തായിരിക്കണം? 6 കാർബൺ ആറ്റമുള്ള ആൽക്കേൻ്റെ പേര് ഹെക്സൈൻ. ഹെക്സൈൻ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആൽക്കേനുകൾക്ക് ഇങ്ങനെയാണ് നമ്മൾ നെയിമിങ് ചെയ്യാം. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കെയിൻ. ആൽക്കെയിനുകളെ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? പല മെത്തേഡുകളുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മുടെ അടുത്ത് ആൽക്കീൻ ഉണ്ട് വിചാരിക്കുക. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് ബോണ്ടാണ്? ഡബിൾ ബോണ്ട് വരുന്നതാണ് ആൽക്കീൻ. ഇപ്പോൾ സപ്പോസ് ചെറിയൊരു ആൽക്കീനാണ് CH2 ഡബിൾ ബോണ്ട് CH2. ഇതിൻ്റെ പേരെന്താ? 2 കാർബൺ ആറ്റം ഉണ്ട്, ഡബിൾ ബോണ്ടും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേര് എത്തീൻ എന്നാണ് അല്ലേ? 2 കാർബൺ ആറ്റം വരുമ്പോൾ എത്ത്, ഡബിൾ ബോണ്ട് വരുമ്പോൾ ENE എന്ന് ചേർത്തി കൊടുക്കണം. സോ ഇറ്റ്സ് നെയിം ഈസ് എത്തീൻ. ഇനി ഇതിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യാം, H2 ആഡ് ചെയ്യാം, ഹൈഡ്രജൻ ആഡ് ചെയ്യാം. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സിന് നമുക്ക് ഹൈഡ്രോജിനേഷൻ എന്ന് വിളിക്കാം. ഹൈഡ്രോജിനേഷൻ. അങ്ങനെ നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യണത് നിക്കലിൻ്റെ പ്രസൻസിലാണ്, ഏതെങ്കിലും കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യാറുള്ളത്. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2 ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ. നോക്ക്, ഒരു ഹൈഡ്രജൻ ഈ കാർബണിലേക്ക് വരും, രണ്ടാമത്തെ ഹൈഡ്രജൻ ഈ കാർബണിലേക്ക് വരും. 2 ഹൈഡ്രജൻ വന്നതുകൊണ്ട് ഈ ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ടായിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? CH3 സിംഗിൾ ബോണ്ട് CH3. അപ്പോൾ അതിൻ്റെ പേരെന്താ? ഈഥൈൻ അല്ലേ? CH3 സിംഗിൾ ബോണ്ട് CH3 എന്ന് പറഞ്ഞാൽ ഈഥൈൻ. നമ്മളെടുത്തത് ഏതായിരുന്നു? എത്തീൻ. ഡബിൾ ബോണ്ട്, അതായത് എത്തീനിൽ നിന്ന് നമ്മൾ ഈഥൈൻ ഉണ്ടാക്കി. ഇനി ഇതേപോലെ നമുക്ക് ആൽക്കൈനിൽ നിന്നും ഉണ്ടാക്കാം കേട്ടോ. ട്രിപ്പിൾ ബോണ്ടുള്ള കോമ്പൗണ്ടിൽ നിന്നും എന്ത് ചെയ്യാം? ആൽക്കൈൻ ഉണ്ടാക്കാം. നമുക്ക് നോക്കാം. ഇപ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CH ട്രിപ്പിൾ ബോണ്ട് CH. അതിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യാം. നമ്മൾ 2H2 ആണ് ആഡ് ചെയ്യുന്നത്, 2 H2 മോളിക്യൂൾ. കാരണം ഒരു H2 മോളിക്യൂൾ ആഡ് ചെയ്താൽ ഒരു ബോണ്ടേ ഇല്ലാണ്ടാവുള്ളൂ. നമുക്ക് ആൽക്കൈനിലേക്ക് എത്തണമെങ്കിൽ ഇവിടുന്ന് 2 ബോണ്ട് ഇല്ലാതാവണം. അപ്പോൾ 2 H2 നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് 2H2. കാറ്റലിസ്റ്റായിട്ട് നമുക്ക് പലേഡിയം ഉപയോഗിക്കാം. പലേഡിയം. അപ്പോൾ ആൽക്കൈൻ ഹൈഡ്രോജനേഷൻ നടത്തുന്നു ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം. നമുക്ക് എന്താ കിട്ടുക? 2 H2 എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ ഇതിലേക്ക് വരും, അപ്പം തന്നെ ഒരു ബോണ്ട് ഇല്ലാണ്ടാവും. 2 ഹൈഡ്രജൻ ഇതിലേക്ക് വരും, അപ്പോൾ അടുത്ത ബോണ്ടും ഇല്ലാണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ ലാസ്റ്റ് പ്രോഡക്റ്റ് കിട്ടുക? CH3 സിംഗിൾ ബോണ്ട് CH3 സിംഗിൾ ബോണ്ട് CH3. ഇതിൻ്റെ പേരെന്താ?
2 കാർബൺ ആറ്റം, അപ്പോൾ എത്ത്. ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക? YNE. അപ്പോൾ ഇത് എഥൈൻ. എഥൈന് ഹൈഡ്രോജനേഷൻ നടത്തി ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം നമുക്ക് ഈഥൈൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ആൽക്കൈനുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്തു ഫ്രം ആൽക്കീൻ ആൻഡ് ആൽക്കൈൻ. ഇങ്ങനെ നിക്കലുണ്ടയോ അല്ലെങ്കിൽ പലേഡിയത്തിൻ്റെ ഒക്കെ പ്രസൻസിൽ ഹൈഡ്രോജനേഷൻ നടത്തുന്ന ഈ പ്രോസസ്സ്, ഇത്തരം പ്രോസസ്സുകൾ പറയുന്ന പേരാണ് സെബാറ്റിയർ സെൻഡറൻസ് റിയാക്ഷൻ എന്നാണ് വിളിക്കുക. ഇതിൻ്റെ പേര് സെബാറ്റിയർ സെൻഡറൻസ് റിയാക്ഷൻ. സെബാറ്റിയർ സെൻഡറൻസ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായി? ആൽക്കൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഈ ആൽക്കൈൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം, വുഡ്സ് റിയാക്ഷൻ. ഒരു നെയിം റിയാക്ഷൻ ആണ് വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷൻ. വുഡ്സ് റിയാക്ഷനിൽ നമ്മൾ എടുക്കുന്നത് ആൽക്കൈൽ ഹാലൈഡ് ആണ് എടുക്കുക. അതിപ്പോൾ CH3Br പോലെയുള്ള ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ആൽക്കൈൻ എടുക്കുക, CH4, അതിലത്തെ ഒരു ഹൈഡ്രജൻ അവിടെ പോയാൽ പിന്നെ അത് ആൽക്കൈലായി മീഥൈൽ CH3 ആയിട്ട് മാറും. എന്നിട്ട് ആ ഹൈഡ്രജൻ പോയ സ്ഥലത്തേക്ക് ഒരു ഹാലജൻ വരാം. അത്തരം കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ആൽക്കൈൽ ഹാലൈഡ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡ് എടുത്തു, CH3Br. CH3Br. ഇതിന് നമ്മൾ സോഡിയം മെറ്റലുമായിട്ട് റിയാക്ഷൻ നടക്കാം. സോഡിയം മെറ്റലുമായിട്ട് റിയാക്ഷൻ നടക്കാം. അങ്ങനെ സോഡിയമായിട്ടൊക്കെ റിയാക്ഷൻ നടക്കുന്നതിൽ നമ്മൾ 2 കോമ്പൗണ്ട് എടുക്കണം, 2 ഹാലോ ആൽക്കൈൻ, 2 ആൽക്കൈൽ ഹാലൈഡ് എടുക്കണം. അപ്പം നമ്മൾ തൽക്കാലം ഇവിടെ എന്ത് ചെയ്യാം? 2 CH3Br എടുത്തു, 2 മീഥൈൽ ബ്രോമൈഡ് എടുത്തു, റിയാക്ട് വിത്ത് സോഡിയം മെറ്റൽ. ശ്രദ്ധിക്കുക, 2 Br ഉണ്ട്, അപ്പോൾ അതിനെ എടുക്കണമെങ്കിൽ 2 സോഡിയം വേണം. അപ്പോൾ 2 CH3Br പ്ലസ് 2 Na. ഈ റിയാക്ഷൻ നടക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് ഈതർ. ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അങ്ങനെ നമ്മൾ 2 CH3Br പ്ലസ് 2 Na ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. എന്തായിരിക്കും പ്രോഡക്റ്റ് കിട്ടുക? നോക്കി, 2 NAയും 2 Brഉം കൂടെ എന്തായിട്ട് മാറും? 2 NaBr. 2 NaBr പ്ലസ് ഇനി ആരാ ബാക്കിയുള്ളത്? 2 CH3 അല്ലേ ബാക്കിയുള്ളത്. അപ്പോൾ ആ 2 CH3 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? CH3 സിംഗിൾ ബോണ്ട് CH3, അതായത് ഈഥൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ വുഡ്സ് റിയാക്ഷനിലൂടെ എന്താ സംഭവിച്ചത്? ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം മെറ്റൽ ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു ഫോം ആൽക്കൈൻ. ആൽക്കൈൻ കിട്ടി. ഈ റിയാക്ഷൻ്റെ പേരാണെന്ത്? വുഡ്സ് റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളെടുത്തത് CH3Br 2 എടുത്തുകയാണ്. ഇനി 2 ഡിഫറെൻ്റ് ആൽക്കൈൽ ഗ്രൂപ്പ് എടുത്താലോ? അവിടെ നമ്മൾ സംഭവിക്കുക, ടോട്ടൽ 2ലും കൂടെ ടോട്ടൽ എത്ര കാർബണാറ്റം ഉണ്ട് നോക്കുക. അത്രയും കാർബണാറ്റമുള്ള ആൽക്കൈനാണ് പ്രോഡക്റ്റ് ആയിട്ട് വരും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു CH3Br എടുത്തു, മറ്റൊന്ന് CH2Br എടുത്തു അല്ലേ. ഇത് മീഥൈൽ ബ്രോമൈഡ്, ഇത് ഈഥൈൽ ബ്രോമൈഡ് പ്ലസ് 2 Br ഉണ്ട്. അപ്പോൾ അതിനെ അവിടുന്ന് റിമൂവ് ചെയ്യാം. Brഉം Cl ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. Br ഉണ്ട്, അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 സോഡിയം മെറ്റൽ ആഡ് ചെയ്യാം. 2 സോഡിയം. റിയാക്ഷൻ നടക്കുന്നത് ഇതിൻ്റെ ഈതറിൻ്റെ പ്രസൻസിലാണ്, ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. നോക്ക്, ഈ 2 Brഉം ഈ 2 സോഡിയവും കൂടെ റിയാക്ഷൻ നടന്നിട്ട് എന്താവും? 2 NaBr, 2 സോഡിയം ബ്രോമൈഡ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ആരാ ബാക്കിയുള്ളത്? ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH2, ഇവിടെ ഒരു CH3. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, CH3 CH2 CH3 അല്ലേ. പ്രൊപ്പൈൻ എന്നുള്ള കോമ്പൗണ്ട് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ആൽക്കൈൽ ഹാലൈഡ് ട്രീറ്റഡ് വിത്ത് സോഡിയം മെറ്റൽ ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ടു ഫോം ആൽക്കൈൻ. ദിസ് റിയാക്ഷൻ ഈസ് കോൾഡ് വുഡ്സ് റിയാക്ഷൻ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കൈൻ. ആൽക്കൈൻ്റെ പ്രധാനപ്പെട്ട ചില കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്
ഐസോമറൈസേഷൻ എന്നുള്ള പ്രോപ്പർട്ടിയാണ്. ഐസോമറൈസേഷൻ, അതായത് ഐസോമറായിട്ട് മാറുന്ന പ്രോസസ്സാണ് ഐസോമറൈസേഷൻ. അപ്പോൾ നമ്മൾ ഒരു ആൽക്കെയിൻ എടുക്കുകയാണ്, സപ്പോസ് ഹെക്സൈൻ. ഹെക്സൈൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ടാവും? 6 കാർബൺ ആറ്റം ഉണ്ടാവും. അപ്പോൾ 1 2 3 4 5 6 6 കാർബൺ ആറ്റം ഉണ്ട്. ഹെക്സൈൻ ANE എന്ന് വരണമെങ്കിൽ സിംഗിൾ ബോണ്ട് കൊടുക്കണം. ഇനി നമ്മളിവിടെയൊക്കെ ഹൈഡ്രജൻ വെച്ചൊന്ന് ഫില്ല് ചെയ്യേ. നമുക്കറിയാം കാർബണിൻ്റെ വാലൻസി 4 ആണ്. അപ്പോൾ കാർബണിൻ്റെ പിന്നാലെ 4 എലമെൻ്റാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ കാർബണിൻ്റെ പിന്നാലെ ഒരു ബോണ്ട് ഉണ്ട്, ബാക്കി 3 എണ്ണം നമ്മൾ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യും. ഈ കാർബണിൻ്റെ കൂടെ 2 ബോണ്ട് ഉണ്ട്, അപ്പോൾ ബാക്കി 2 ഹൈഡ്രജൻ കൊടുക്കും. അങ്ങനെയാണ് വാലൻസി 4 നമ്മൾ ക്ലിയർ ചെയ്യുക. ഈ കാർബണിൻ്റെ കൂടെ 2 ബോണ്ട്, സോ 2 ഹൈഡ്രജൻ. ഇവിടെയും 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എൻ ഹെക്സൈൻ അല്ലെങ്കിൽ നോർമൽ ഹെക്സൈൻ എന്ന് വിളിക്കാം. എൻ ഹെക്സൈൻ അതായത് നോർമൽ ഹെക്സൈൻ. ഇതിന് നമ്മൾ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടത്തിയാൽ, അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ഈ ഹെക്സൈൻ എന്നുള്ളത് മീഥൈൽ പെൻഡൈൻ ആയിട്ട് മാറും. ഹെക്സൈൻ എന്നുള്ളത് എന്തായിട്ട് മാറും? മീഥൈൽ പെൻഡൈൻ ആയിട്ട് മാറും. അതായത് ഇതിൻ്റെ ഐസോമർ ആയിട്ട് മാറും. എങ്ങനെയാ മീഥൈൽ പെൻഡൈൻ എഴുതുക? 2 മീഥൈൽ പെൻഡൈൻ ഒക്കെ ആയിട്ടാണ് മാറുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഒരു പെൻഡൈൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 5 കാർബൺ ആറ്റം അല്ലേ. പെൻഡൈൻ എന്ന് പറയുമ്പോൾ 5 കാർബൺ ആറ്റം. എയിൻ അപ്പോൾ ഒക്കെ സിംഗിൾ ബോണ്ട്. ഇവിടുത്തെ ഒരു പൊസിഷനിൽ CH3 കൊടുക്കുക. അപ്പോൾ ഇനി ഇവിടെ 3 ബോണ്ട്, അപ്പോൾ ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ, 3 ഹൈഡ്രജൻ. ഈ കോമ്പൗണ്ട് പേരെന്താണ്? 2 മീഥൈൽ പെൻഡൈൻ. ഇത് ഹെക്സൈൻ അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് അതെന്തായിട്ട് മാറും? നേരെ അതിൻ്റെ ഐസോമറായിട്ട് മാറും, 2 മീഥൈൽ പെൻഡൈൻ. ഇനി നോക്ക്, ഈ 2 എണ്ണത്തിലെയും കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെ ഒക്കെ എണ്ണം സെയിം ആയിരിക്കും അല്ലേ. സെയിം മോളിക്കുലാർ ഫോർമുല, ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പഠിച്ചിട്ടുള്ളത്? ഐസോമേഴ്സ് എന്ന് പഠിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിൽ 6 കാർബൺ ആറ്റം ഉണ്ട്, അപ്പോൾ ഹെക്സൈൻ. ഇവിടെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിലോ 5 കാർബൺ ആറ്റം, അതുകൊണ്ട് പെൻഡൈൻ. അപ്പോൾ അങ്ങനെ കാർബൺ ചെയിനിലെ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം വ്യത്യാസം വന്നാൽ ആ ഐസോമറിസത്തിൻ്റെ പേരെന്താണ്? ചെയിൻ ഐസോമറിസം എന്നാണ് വിളിക്കുക. ചെയിൻ ഐസോമറിസം. അപ്പോൾ ഈ 2 കോമ്പൗണ്ടുകളും പരസ്പരം എന്താണ്? ഐസോമറുകളാണ്. ഇങ്ങനെ ആൽക്കെയിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഐസോമറായിട്ട് മാറുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഐസോമറൈസേഷൻ. ഓൺ ഹീറ്റിംഗ് ആൽക്കെയിൻ ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് ആൻഡ് HCl ഈ 2 കൂടെ പ്രസൻസിലാണ്. ഇങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബ്രാഞ്ച്ഡ് ആൽക്കെയിൻസ് ആർ ഫോംഡ്. ബ്രാഞ്ചുള്ള ആൽക്കെയിനുകൾ കിട്ടും. ദിസ് പ്രോസസ് ഈസ് ഐസോമറൈസേഷൻ. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോപ്പർട്ടി നോക്കാം. ഐസോമറൈസേഷൻ കഴിഞ്ഞാൽ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് റീഫോമിംഗ് ഓർ ആരോമറ്റൈസേഷൻ. അടുത്തൊരു പ്രോപ്പർട്ടി റീഫോമിംഗ് ഓർ ആരോമറ്റൈസേഷൻ. റീഫോമിംഗ് അല്ലെങ്കിൽ ആരോമറ്റൈസേഷൻ. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ എന്താണ് ആരോമറ്റൈസേഷൻ നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്ന കോമ്പൗണ്ട് നേരത്തെ ചെയ്ത പോലെ ഒരു ഹെക്സൈൻ എടുക്കാം. അതായത് CH3 CH2 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 CH3 അല്ലെ. 6 കാർബൺ ആറ്റം സിംഗിൾ ബോണ്ടും. ഇറ്റ് ഈസ് ഹെക്സൈൻ. ഇനി ഇതിനെ നമ്മൾ പ്ലാറ്റിനത്തിൻ്റെ പ്രസൻസിൽ ചൂടാക്കാം അറ്റ് 870 കെൽവിൻ. പ്ലാറ്റിനത്തിൻ്റെ പ്രസൻസിൽ ഇതിനെ ഹീറ്റ് ചെയ്യുക അറ്റ് 870 കെൽവിൻ. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു H2 അവിടുന്ന് പോയി വിചാരിക്കുക. ഒരു H2 ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ അവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോകും.
അങ്ങനെ ഒരു ഹൈഡ്രജൻ മോളിക്യൂള് അവിടുന്ന് പോയി കഴിഞ്ഞാൽ ഈ ഹെക്സൈൻ നേരെ എന്തായിട്ട് മാറും? അതിൻ്റെ സൈക്ലിക് കോമ്പൗണ്ട് ആയിട്ട് മാറും. സൈക്ലിക് കോമ്പൗണ്ട് ആയിട്ട് മാറാന്ന് പറഞ്ഞാൽ സൈക്ലോഹെക്സൈൻ ആയിട്ട് മാറും. സൈക്ലോഹെക്സൈൻ, ഇതാണ് സൈക്ലോഹെക്സൈൻ അല്ലേ. ഇവിടെ 6 കാർബൺ ആറ്റത്തിൻ്റെ കൂടെ 14 ഹൈഡ്രജൻ ഉണ്ടാവും. 2 ഹൈഡ്രജൻ പോയാൽ പിന്നെ ബാക്കി 12 ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്ക്, ഇപ്പോൾ ഇതിൽ ഓരോ കോർണറിലും ഒരു കാർബൺ ആറ്റം ഉണ്ടാവും. ഒരു കാർബണിൻ്റെ കൂടെ 2 ബോണ്ട് ഉണ്ട്. അപ്പോൾ ബാക്കി എത്ര ഹൈഡ്രജനാണ്? 2 ഹൈഡ്രജൻ. അങ്ങനെ 6 സ്ഥലത്തും 6 കാർബൺ ആറ്റവും 12 ഹൈഡ്രജൻ ആറ്റവും. അപ്പോൾ അതാണ് സൈക്ലോഹെക്സൈൻ. ഈ സൈക്ലോഹെക്സൈനെ വീണ്ടും നമ്മൾ പ്ലാറ്റിനം കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ചൂടാക്കുക. അറ്റ് ദ സെയിം ടെമ്പറേച്ചർ 870 കെൽവിൻ. അങ്ങനെ 870 കെൽവിനിൽ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് സൈക്ലോഹെക്സൈനിൽ നിന്നും 3 ഹൈഡ്രജൻ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തും പോകും. -3H2 3 ഹൈഡ്രജൻ മോളിക്യൂൾ പോവാം. നമുക്ക് ഒരു H2 പോയാൽ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ആവും. രണ്ടാമത്തെ H2 പോയാൽ അടുത്തൊരു ഡബിൾ ബോണ്ടും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. മൂന്നാമത്തെ H2 പോയാലോ മൂന്നാമത്തെ ഡബിൾ ബോണ്ടും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ ഈ സൈക്ലോഹെക്സൈനെ 870 കെൽവിനിൽ പ്ലാറ്റിനം കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3H2 പോയാൽ ബാക്കി നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതായിരിക്കും? ബാക്കിയുള്ള നമ്മളെ പ്രോഡക്റ്റ് ആണ് അല്ലേ. നോക്ക്, 3 H2 ഉണ്ട്. ഒരു H2 പോയി കഴിഞ്ഞാൽ ഒരു ഡബിൾ ബോണ്ട്, അടുത്ത H2 പോയാൽ അടുത്ത ഡബിൾ ബോണ്ട്, മൂന്നാമത്തെ H2 പോയാൽ മൂന്നാമത്തെ ഡബിൾ ബോണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും വരുന്നു. ഈ കോമ്പൗണ്ട് നമുക്ക് ഫെമിലിയർ ആണ്. ഇതിനെ പറഞ്ഞ പേരെന്താ? ബെൻസീൻ എന്നാണ് വിളിക്കുക. ബെൻസീൻ അല്ലെ. ദിസ് കോമ്പൗണ്ട് ഈസ് ബെൻസീൻ. നമുക്കറിയാം ബെൻസീൻ ഈസ് ആൻ ആരോമാറ്റിക് കോമ്പൗണ്ട്. അതൊരു ആരോമാറ്റിക് കോമ്പൗണ്ടാണ്. അപ്പോൾ ഒരു നോർമൽ ആൽക്കൈനെ അല്ലെങ്കിൽ സൈക്ലോ ആൽക്കൈനെ നമ്മൾ എന്താക്കുക? ആരോമാറ്റിക് കോമ്പൗണ്ട് ആക്കിയിട്ട് മാറ്റാം. സ്യൂട്ടബിൾ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഒരു ആൽക്കൈനെ അല്ലെങ്കിൽ സൈക്ലോ ആൽക്കൈനെ ആരോമാറ്റിക് കോമ്പൗണ്ട് ആക്കി മാറ്റുന്ന പ്രോസസ്സിൻ്റെ പേരാണ് റീഫോമിംഗ് ഓർ ആരോമറ്റൈസേഷൻ. റീഫോമിംഗ് ഓർ ആരോമറ്റൈസേഷൻ. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ഉപയോഗിച്ചു. പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രോസസ്സിനെ നമുക്ക് പ്ലാറ്റ്ഫോമിംഗ് എന്നും പറയാം. പ്ലാറ്റിനം കാറ്റലിസ്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് ആ പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്ലാറ്റ്ഫോമിംഗ് എന്നുകൂടെ വിളിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് റീഫോമിംഗ് ഓർ ആരോമറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ? ദ കൺവേർഷൻ ഓഫ് നോർമൽ ആൽക്കൈൻ ഓർ സൈക്ലോ ആൽക്കൈൻ അണ്ടർ suitable catalyst to form an aromatic compound. To form an aromatic compound, this process is called reforming or aromatization. If the reforming takes place by using platinum, we can call it as platforming also. Platforming എന്ന് കൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിനെ വിളിക്കാൻ പറ്റും. Then conformations of alkane. ആൽക്കൈൻ്റെ കൺഫർമേഷൻ. അപ്പോൾ നമുക്കറിയാം കൺഫർമേഷൻ എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ ആൽക്കൈൻ ആണെങ്കിൽ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഇപ്പോൾ നമ്മൾ സപ്പോസ് നമ്മളൊരു ആൽക്കൈൻ എടുക്കുകയാണ്, CH3 സിംഗിൾ ബോണ്ട് CH3. അപ്പോൾ നമ്മൾ ഈഥൈൻ എന്നുള്ള കോമ്പൗണ്ടാണത്. ഈ ഈഥൈനിൽ ഒരു CH3 അവിടെ നിർത്തുക, മറ്റൊരു CH3 ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അതായത് ഈ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടാണുള്ളത്. അപ്പോൾ അതിൽ കാർബണിൻ്റെ റൊട്ടേഷൻ്റെ ഭാഗമായിട്ട് പല ടൈപ്പ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആവും. പല രൂപത്തിലുള്ള സ്ട്രക്ചറുകൾ നമുക്ക് കിട്ടും. അപ്പോൾ ഡിഫറെൻ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് എ മോളിക്യൂൾ ഡ്യൂ ടു കാർബൺ കാർബൺ റൊട്ടേഷൻ. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള ആ റൊട്ടേഷൻ, കാർബണിൻ്റെ റൊട്ടേഷൻ നടക്കുന്നത് കൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? കൺഫർമേഷൻ. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കൺഫർമേഷൻസ് ആർ ദർ. ഒരുപാട് എണ്ണം കൺഫർമേഷൻ ഉണ്ടായിരിക്കും. ആ കൺഫർമേഷൻ ഒരു സിംഗിൾ അല്ല, ഒരുപാട് കൺഫർമേഷൻ ഉണ്ടാവും. കാരണം പല രൂപത്തിലേക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് 2 കൺഫർമേഷനാണ് പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സ്റ്റാഗേർഡ് കൺഫർമേഷൻ, മറ്റൊന്ന് എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. എന്താണെന്നുള്ളത് നോക്കാം. ഒന്ന് സ്റ്റാഗേർഡ് കൺഫർമേഷനും മറ്റൊന്ന്
എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. അപ്പോൾ നമ്മൾ ഈ സ്റ്റാഗേർഡും എക്ലിപ്സ്ഡും പിന്നെ സോഹോൾസ് പ്രൊജക്ഷൻ, ന്യൂമാൻ പ്രൊജക്ഷൻ എന്നുള്ള രണ്ട് രൂപത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈഥേൻ്റെ കേസിൽ ന്യൂമാൻ പ്രൊജക്ഷൻ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് സോഹോൾസിലേക്ക് പോവാം. അപ്പം ന്യൂമാൻ പ്രൊജക്ഷൻ അനുസരിച്ച് നോക്കാം. ന്യൂമാൻ പ്രൊജക്ഷൻ ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുലയിൽ ഈഥൈനെ നമുക്ക് സ്റ്റാഗേർഡ് ആയിട്ടും എക്ലിപ്സ്ഡ് ആയിട്ടും കാണിക്കാം. ഈഥൈൻ എന്ന് പറയുമ്പോൾ CH3. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. CH3യെ ആദ്യം ഇങ്ങനെ ഒരു സ്പിയർ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഈ സ്പിയറിൽ എവിടെയോ ആയിട്ട് എന്തുണ്ട്, ഒരു കാർബൺ ആറ്റം ഉണ്ട്. ഒരു കാർബൺ ആറ്റം ഇപ്പോൾ ഇതായിരുന്നു നമ്മൾ വരയ്ക്കുന്നത് CH3. അപ്പോൾ ഒരു കാർബൺ ആറ്റം എന്തുണ്ട്, ഈ സ്പിയറിൽ എവിടെയോ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഈ CH3 ആണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യണത് ഇപ്പോൾ ഇങ്ങനെ കണ്ട് വരച്ചു. ഇങ്ങനെ ഈ സെൻറ്ററിൽ ഈ കാർബൺ ആറ്റം ഉണ്ട്. ഈ വരച്ചതിൻ്റെ സെൻറ്ററിൽ ആരുണ്ട്, ഈ കാർബൺ ആറ്റം. ഇനി ഈ 3 ഹൈഡ്രജൻ ആറ്റം നമ്മളിവിടെ കൊടുത്തു. ഒരു ഹൈഡ്രജൻ, രണ്ടാമത്തെ ഹൈഡ്രജൻ, മൂന്നാമത്തെ ഹൈഡ്രജൻ. ഇനി ഇവിടെ ആര് ബാക്കിയുണ്ട്, 3 ഹൈഡ്രജൻ ബാക്കിയുണ്ട്. ഒരു കാർബൺ സെൻറ്ററിലുണ്ട്, ഈ സെൻറ്ററിൻ്റെ സ്പിയറിൻ്റെ മേലെ ഉണ്ട്, നമ്മൾ അസ്യൂം ചെയ്യാം. പിന്നെ 3 ഹൈഡ്രജൻ ഉണ്ട്. ആ 3 ഹൈഡ്രജനെ നമുക്ക് പല രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ആ ഹൈഡ്രജൻ ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ 2 ഹൈഡ്രജൻ്റെയും ഏകദേശം സെൻറ്ററിലായിട്ട് കൊടുക്കുക. അപ്പോൾ 2 ഹൈഡ്രജനും മാക്സിമം ഡിസ്റ്റൻസ് കിട്ടുന്ന രൂപത്തിലേക്ക് വരയ്ക്കാം. അപ്പോൾ ഒരു ഹൈഡ്രജൻ വരച്ചു. രണ്ടാമത്തത് ഇത് 2ൻ്റെയും സെൻട്രലായിട്ട് കൊടുക്കാം. മൂന്നാമത്തേത് ഇത് 2ൻ്റെയും സെൻട്രലായിട്ട് കൊടുക്കാം. ഏകദേശം സെൻട്രലായിട്ട് വരും. ഇങ്ങനെ വരയ്ക്കുന്ന ഫോമാണ് ന്യൂമാൻ പ്രൊജക്ഷൻ. ഇങ്ങനെ വരക്കണതിൽ തന്നെ ഇപ്പോൾ 2 ഹൈഡ്രജൻ്റെ ഇടയിൽ ഈ ഹൈഡ്രജൻ മാക്സിമം ഡിസ്റ്റൻസിലല്ലേ നിൽക്കുക. അങ്ങനെ മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാഗേർഡ് ഫോം എന്നാണ് വിളിക്കുക. മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കുന്നതിൻ്റെ പേര് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ്. സ്റ്റാഗേർഡ് കൺഫർമേഷൻ. ഇനി നമുക്കിതിൻ്റെ എക്ലിപ്സ്ഡ് ഫോം എങ്ങനെ നോക്കാം. എക്ലിപ്സ്ഡ് എന്ന് പറയുമ്പോൾ ഇത് ന്യൂമാൻ പ്രൊജക്ഷൻ ആണ്. അതിൻ്റെ സ്റ്റാഗേർഡ് വരച്ചു കഴിഞ്ഞു. ഇനി എക്ലിപ്സ്ഡ് ആദ്യം നമ്മൾ ഇതേപോലത്തെ ഒരു സ്പിയർ വരച്ചു. ഒരു കാർബൺ ആറ്റം എന്തുണ്ട്, ആ സ്പിയറിലുണ്ട്, നമ്മൾ അസംഷനാണ്. പിന്നെ ആദ്യം ഞാൻ വരച്ച അതേപോലെ തന്നെ 3 ഹൈഡ്രജൻ അവിടെ അങ്ങനെ കൊടുത്തു. 3 ഹൈഡ്രജൻ. ഇനി ഈ 3 ഹൈഡ്രജനെയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നാണ് ഈ കോമ്പൗണ്ടിനെ വ്യൂ ചെയ്യേണ്ടത്, നോക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഹൈഡ്രജനെ കൊടുക്കുന്നത് ഈ ഹൈഡ്രജൻ്റെ തൊട്ടു പിറകിലായിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ ഇതിവിടെ നിൽക്കുന്നത് കൊണ്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതാണ് എക്ലിപ്സ്ഡ് എന്ന് പറഞ്ഞാൽ, അത് ഹൈഡ് ചെയ്യപ്പെടും. പിന്നെ ഞാൻ ഇവിടെ തന്നെ നോക്കുകയാണ്, ഇതേ ഡയറക്ഷനിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനെ എനിക്ക് കാണാം. അപ്പോൾ രണ്ടാമത്തെ ഹൈഡ്രജൻ ഇവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കണം. അപ്പോൾ നമുക്ക് കാണില്ല. രണ്ടാമത്തെ ഹൈഡ്രജൻ ഇവിടെയും കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യും, മൂന്നാമത്തെ ഹൈഡ്രജനെ കൊടുക്കണം. മൂന്നാമത്തെ ഹൈഡ്രജൻ അപ്പോൾ എവിടെ കൊടുക്കുക, ഞാനിപ്പോൾ ഈ ഡയറക്ഷനിലാണല്ലോ നോക്കിയത്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ ഇതിനെ എനിക്ക് കാണും, അതുകൊണ്ട് മൂന്നാമത്തെ ഹൈഡ്രജനെ കാണൂല. ഈ രൂപത്തിലേക്ക് ഒരു ഹൈഡ്രജൻ മറ്റൊരു ഹൈഡ്രജൻ്റെ തൊട്ട് പിറകിലായിട്ട് വരാം. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു ഹൈഡ്രജൻ അവിടെ ഹൈഡ് ചെയ്യപ്പെടും, കാണാതിരിക്കും. ആ മോഡലിനെയാണ് നമ്മൾ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് വിളിക്കുക. എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. അപ്പോൾ മാക്സിമം ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ സ്റ്റാഗേർഡ്, വളരെ തൊട്ടടുത്തായിട്ടാണ് ഹൈഡ്രജൻ കാണപ്പെടുന്നതെങ്കിൽ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഹൈഡ്രജൻ ഒക്കെ ഒരേപോലത്തെ ആൾക്കാരാണ്. അപ്പോൾ അവരെ ഇലക്ട്രോൺ ക്ലൗഡുകൾ തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. റിപ്പൾഷനാണ് ഇവർ തമ്മിൽ ഉണ്ടാവുക. അപ്പോൾ ഈ റിപ്പൾഷൻ്റെ പേര് ടോർഷണൽ സ്ട്രെയിൻ എന്നാണ് വിളിക്കുക. ആ റിപ്പൾഷൻ്റെ പേരാണ് ടോർഷണൽ സ്ട്രെയിൻ. അങ്ങനെ വരുമ്പോൾ സ്റ്റാഗേർഡ് കൺഫർമേഷനിലാണോ എക്ലിപ്സ്ഡ് കൺഫർമേഷനിലാണോ ടോർഷണൽ സ്ട്രെയിൻ ഏറ്റവും കൂടുക? അല്ലേ, വളരെ അടുത്ത് നിൽക്കുമ്പോഴല്ലേ റിപ്പൾഷൻ കൂടുക. അപ്പോൾ എക്ലിപ്സ്ഡ് കൺഫർമേഷനിൽ
ടോർഷണൽ സ്ട്രെയിൻ വളരെ കൂടുതലാണ്. അപ്പോൾ അത് കൂടുതലായതുകൊണ്ട് സ്റ്റെബിലിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്റ്റാഗേർഡ് കൺഫർമേഷൻ ഓഫ് ഈഥൈൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ. വൈ? നമ്മളെങ്ങനെ ആൻസർ ചെയ്യാം? സ്റ്റാഗേർഡ് കൺഫർമേഷനിൽ ഹൈഡ്രജൻ ആറ്റംസ് മാക്സിമം ഡിസ്റ്റൻസിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള റിപ്പൾഷൻ, അതായത് ടോർഷണൽ സ്ട്രെയിൻ ഈസ് വെരി മിനിമം. സോ ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ. In eclipsed conformation, the two hydrogen atoms are very near. So there is high torsional strain and less stable. Okay. അപ്പോൾ ഇതാണ് ന്യൂമാൻ പ്രൊജക്ഷൻ എന്നുള്ള ഫോം. ഇനി സോഹോൾസ് പ്രൊജക്ഷൻ സോഹോൾസ് ഫോർമുലയിൽ എങ്ങനെയാണ് വരയ്ക്കാൻ നോക്കാം. ഓക്കെ, സോഹോൾസിൽ വരയ്ക്കുന്ന മോഡലാണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്ക്, ആദ്യം ഒരു CH3 ഇനി രണ്ടാമത്തെ ഒന്ന് സ്റ്റാഗേർഡ് ആണോ ഒന്ന് എക്ലിപ്സ്ഡ് ആണോ നോക്കാം. അപ്പോൾ ഇവിടെയും സെയിം CH3 ഉണ്ട്. ഇനി രണ്ടാമത്തെ CH3 വരയ്ക്കുമ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റവും തമ്മിൽ ഈ ഭാഗം നോക്കുക, രണ്ട് ഹൈഡ്രജൻ ആറ്റവും തമ്മിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെന്ത് വിളിക്കും? സ്റ്റാഗേർഡ് എന്ന് പറയും. ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെന്താ വിളിക്കുക? സ്റ്റാഗേർഡ്. ഇനി ഇതിൻ്റെ കേസ് നോക്ക്, ഈ ഹൈഡ്രജൻ ആറ്റവും ഇവിടുത്തെ ഹൈഡ്രജൻ ആറ്റവും വളരെ അടുത്താണ്. ഇവിടെ അപ്പോൾ വളരെ അടുത്താണെങ്കിൽ അപ്പോൾ നമ്മൾ അതിന് എന്ത് വിളിക്കും? എക്ലിപ്സ്ഡ് കൺഫർമേഷൻ എന്ന് പറയും. അപ്പോൾ ഇത് സോഹോൾസിൻ്റെ എക്ലിപ്സ്ഡ് ഫോം, ഇത് സോഹോൾസിൻ്റെ സ്റ്റാഗേർഡ് ഫോം. ഇത് ന്യൂമാൻ പ്രൊജക്ഷൻ്റെ സ്റ്റാഗേർഡ് ഫോം, ഇത് ന്യൂമാൻ പ്രൊജക്ഷൻ്റെ എക്ലിപ്സ്ഡ് ഫോം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കൺഫർമേഷൻ ഓഫ് ഈഥൈൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ആൽക്കീൻസ്. ആൽക്കീൻ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടുള്ള ഹൈഡ്രോ കാർബണിനെയാണ് നമ്മൾ ആൽക്കീൻസ് എന്ന് വിളിക്കുക. അതിൻ്റെ ജനറൽ ഫോർമുല നമുക്കറിയാം, CnH2n. അപ്പോൾ നമുക്ക് നോക്കാം, CnH2n എന്ന് വരണമെങ്കിൽ പിന്നെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് വരണമെങ്കിൽ ചുരുങ്ങിയത് 2 കാർബൺ ആറ്റം വേണ്ടേ? അപ്പോൾ നമുക്ക് സിക്ക് പകരം നമുക്ക് 2 എന്ന് കൊടുത്ത് നോക്കാം. H2n. അപ്പോൾ എന്താണ്? കാർബൺ 2 നമ്മൾ എടുക്കുക, അതായത് എന്നിന് പകരം 2 എന്ന് കൊടുക്കുക. അപ്പോൾ C2 H2n എന്നുള്ള ഫോം വരുമ്പോൾ 2 × 2 ദാറ്റ് ഈസ് 4. അപ്പോൾ C2H4 അല്ലേ, ഒരു ആൽക്കീനാണ്, 2 കാർബണാറ്റുള്ള ആൽക്കീൻ. സോ ഇറ്റ്സ് നെയിം ഈസ് എത്തീൻ. 2 കാർബണാറ്റുള്ള ആൽക്കീൻ്റെ പേരെന്താണ്? എത്തീൻ. ഇനി നമുക്കൊരു C4 കൊടുക്കുക. അപ്പോൾ എത്ര ഹൈഡ്രജൻ ആറ്റം വേണം? n = 4 ആണെങ്കിൽ H2n 2 × 4 that is equal to 8. അപ്പോൾ C4H8. Its name is butene. C4H8 is butene. Cക്ക് 5 കൊടുത്താലോ? C5H10. Its name is pentene. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പെൻറ്റീൻ വരച്ച് നോക്കാം. ഈ ഫോർമുലയൊക്കെ തന്നെയാണ് വരുന്നത് നോക്കാം കേട്ടോ. 5 കാർബൺ ആറ്റം, 1 2 3 4 5. ഈൻ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു കാർബൺ ആറ്റത്തിൽ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഡബിൾ ബോണ്ട് കൊടുത്തു, ഡബിൾ ബോണ്ട്. ഇനി ബാക്കി നമ്മൾ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്യാം അല്ലേ, ബാക്കിയൊക്കെ സിംഗിൾ ബോണ്ടാണ്. സോ CH3 CH2 ഈ കാർബണിൻ്റെ പിന്നാലെ 3 ബോണ്ട് ഉണ്ട്, അപ്പോൾ ഒരു ഹൈഡ്രജൻ. ഈ കാർബണിൻ്റെ കൂടെ 2 ബോണ്ട് ഉണ്ട്, അപ്പോൾ 2 ഹൈഡ്രജൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോക്ക്, കാർബൺ 5 എണ്ണം, ഹൈഡ്രജനോ 3 2 5, 5 2 7, 7 1 8, 8 2 10. അപ്പോൾ ഇതാണ് പെൻറ്റീൻ. അപ്പം നമുക്ക് ഈ ആൽക്കീനുകളെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ്, ആൽക്കീൻ്റെ പ്രിപ്പറേഷൻ. ആൽക്കീൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് എങ്ങനെ ആൽക്കീൻ ഉണ്ടാക്കാൻ നോക്കും. ആൽക്കൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ആൽക്കൈനിലെ ഒരു ഹൈഡ്രജൻ മാറ്റി അവിടെ ഹാലജൻ വന്നത്. അപ്പോൾ സപ്പോസ് CH3 CH2 Br. യഥാർത്ഥത്തിൽ ഇത് ഏത് ആൽക്കൈൻ ആയിരുന്നു? 2 കാർബണാറ്റുള്ള ആൽക്കൈൻ, ഈഥൈനാണ്. ഈ ഈഥൈനിൽ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് പകരം ഒരു ഹാലജൻ വന്നു. അതാണിപ്പോൾ ബ്രോമോ ഈഥൈൻ അല്ലെങ്കിൽ ഈഥൈൽ ബ്രോമൈഡ് എന്നൊക്കെ പേര് കൊടുക്കാം. വിച്ച് ഈസ് ട്രീറ്റഡ് വിത്ത്
ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടക്കാം. എന്താ പ്രോഡക്റ്റ് നോക്കാം. ഈ കെയും ഈ ബി ആറും കൂടെ കൂടിയിട്ട് എന്തുണ്ടാവും? കെ ബി ആർ. കെയും ബി ആറും കൂടെ കൂടിയിട്ട് കെ ബി ആർ. ഇവിടെ നടക്കേണ്ടത് ഡി ഹൈഡ്രോ ഹാലോജിനേഷനാണ്. ഡി ഹൈഡ്രോ ഹാലോജിനേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ വാട്ടർ എന്നുള്ളതാണ്. അപ്പം ഡി ഹൈഡ്രോ അവിടെ വാട്ടർ പോകണം. ഡി ഹാലോജിനേഷൻ അവിടുന്ന് ഹാലജനും പോകണം. അങ്ങനെ ഈ ഹാലജൻ പോണത് കെയുടെ കൂടെ, അങ്ങനെ കെ ബി ആർ. വാട്ടർ പോകണം. അപ്പോൾ ഇവിടെ ഒ എച്ച് ഉണ്ട്, ഇനി ഒരു എച്ചും കൂടെ വേണം. ആ എച്ച് എവിടെ നിന്ന് പോവും? ബീറ്റ കാർബണിൽ നിന്നാണ് ആ ഹൈഡ്രജൻ പോകേണ്ടത്. അതായത് ഇപ്പോൾ ഹാലജൻ അറ്റാച്ച് ചെയ്യപ്പെട്ട കാർബൺ ഇത്, അതിൻ്റെ പേര് ആൽഫ കാർബൺ. ആൽഫ കാർബൺ അറ്റാച്ച് ചെയ്യപ്പെട്ട കാർബൺ ഇത്, അതിൻ്റെ പേര് ബീറ്റ കാർബൺ. അതിലത്തെ ഹൈഡ്രജൻ, അതായത് ബീറ്റ ഹൈഡ്രജൻ ആണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്, അവിടുന്ന് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒ എച്ചും ഇതിൽ നിന്നൊരു എച്ചും കൂടെ എടുത്തിട്ട് എന്ത് ചെയ്യാം? H2O പോവും. H2O പ്ലസ്. ഇനി ഇവിടെ ആരാ ബാക്കിയുള്ളത്? അല്ലേ, ഈ CH3 ഒരു എച്ച് പോയില്ലേ. അപ്പോൾ ഇവിടെ CH2, ഇവിടെയും CH2. അപ്പോൾ CH2 അതിൻ്റെ ഇടയിലുള്ള ബോണ്ട് ഏതായിരിക്കും? നോക്ക്, ഈ കാർബണിൻ്റെ കൂടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. അപ്പോൾ അവിടെ ഏത് ബോണ്ട് വേണം? ഡബിൾ ബോണ്ട് വേണം. CH2 ഡബിൾ ബോണ്ട് CH2. ഈ കോമ്പൗണ്ട് പേര് എത്തീൻ എന്നാണ് വിളിക്കുക, എത്തീൻ. അത് ശ്രദ്ധിക്കേണ്ടത്, ആൽക്കൈൽ ഹാലൈഡിന് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടന്നാൽ ഡി ഹൈഡ്രോ ഹാലോജിനേഷൻ നടന്ന് ബാക്കി നമുക്ക് എന്ത് കിട്ടും? ആൽക്കീൻ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ഇവിടുത്തെ വാട്ടർ ഉണ്ടാവാനുള്ള ഹൈഡ്രജൻ പോണത് ബീറ്റ കാർബണിൽ നിന്നാണ്. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ബീറ്റ എലിമിനേഷൻ. ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് ഈ ആൽക്കൈൽ ഹാലൈഡിൽ നിന്നും ആൽക്കീൻ ഉണ്ടാക്കുന്ന ഈ പ്രോസസ്. ഓക്കെ, ഇനി നമുക്ക് ആൽക്കീനുകളുടെ കുറച്ച് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം നമ്മൾ ഒരു ആൽക്കീൻ എടുത്തു, CH2 ഡബിൾ ബോണ്ട് CH2. എന്നിട്ട് അതിലേക്ക് ഒരു ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യാം. സപ്പോസ് HBr, ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഒരു ഹൈഡ്രജൻ ഒരു കാർബണിലേക്ക് വരും, ഒരു ബ്രോമിൻ അടുത്ത കാർബണിലേക്ക് വരും, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായിട്ട് മാറും. അല്ലേ, 2 എലമെൻറ്റ് വരുമ്പോൾ ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ടായിട്ട് മാറും. ഇവിടെ 2 കാർബൺ ഒരേപോലെയാണ്, അതുകൊണ്ട് ഏതിലേക്കും ഹൈഡ്രജൻ വരാം, ഏതിലേക്കും ബ്രോമിനും വരാം. അപ്പോൾ നമ്മൾ തൽക്കാലം ഹൈഡ്രജൻ ഈ കാർബണിലേക്കും ബ്രോമിൻ ഈ കാർബണിലേക്കും കൊടുക്കുക, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായിട്ട് മാറ്റുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? CH3 CH2 Br, അല്ലേ, ബ്രോമോ ഈഥൈൻ. CH3 CH2 Br. ഇനി നമ്മൾ വേറൊരു ആൽക്കീൻ എടുക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2 HBr തന്നെയാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. HBr ആഡ് ചെയ്യാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇതൊരു ആൽക്കീനാണ്, ഇത് വേറെ ആൽക്കീൻ, ഇത് പ്രൊപ്പീൻ എന്നാണല്ലോ അതിൻ്റെ പേര്. ഇപ്പം ഇവിടെ ഈ ഡബിൾ ബോണ്ടിൻ്റെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്താൽ 2 സൈഡിലേക്കും ഒരേ ആൾക്കാരാണ് വരിക, ഒരേ ഗ്രൂപ്പാണ്. അങ്ങനെ ഒരു ഡബിൾ ബോണ്ടിൻ്റെ ഭാഗം ബ്രേക്ക് ചെയ്യുമ്പോൾ 2 സൈഡും ഒരേ ഗ്രൂപ്പ് വരികയാണെങ്കിൽ നമ്മൾ അതിനെ സിമ്മട്രിക്കൽ ആൽക്കീൻ എന്നാണ് വിളിക്കുക. അതിന് വിളിക്കുന്ന പേരെന്താണ്? സിമ്മട്രിക്കൽ ആൽക്കീൻ. അതേസമയം ഇവിടെ ഡബിൾ ബോണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് CH2, മറ്റൊരു ഭാഗത്ത് CH3CH, ഒരേപോലെ അല്ല. അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് അൺസിമ്മട്രിക്കൽ ആൽക്കീൻ. അതിനെ വിളിക്കുന്ന പേരെന്താണ്? അൺസിമ്മട്രിക്കൽ ആൽക്കീൻ. അൺസിമ്മട്രിക്കൽ ആൽക്കീൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ അൺസിമ്മട്രിക്കൽ ആൽക്കീനിലേക്ക് ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്താൽ, നമുക്കറിയാം ഹാലജൻ നെഗറ്റീവ് ചാർജ് ഉള്ളവരാണ്. അങ്ങനെ ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്താൽ ഹാലജൻ ഷുഡ് അറ്റാച്ച് ദ ഡബിൾ ബോണ്ട് കാർബൺ. അത് 2 ആളും ഡബിൾ ബോണ്ടുള്ള കാർബണാണ്. ഹാലജൻ ഷുഡ് അറ്റാച്ച് ദ ഡബിൾ ബോണ്ട് കാർബൺ ഹാവിങ് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹാലജൻ ഷുഡ് അറ്റാച്ച്
ദ ഡബിൾ ബോണ്ട് കാർബൺ ഹാവിങ് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ നമ്മൾ എവിടേക്കാണ് കൊടുക്കുക? ഹാലജൻ എവിടേക്ക് വരണം? ഡബിൾ ബോണ്ട് കാർബണിൽ ഹൈഡ്രജൻ കുറവുള്ള ഭാഗത്തേക്ക് വരണം. ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. അപ്പോൾ എവിടേക്ക് കൊടുക്കും? ഈ കാർബണിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് CH3 CHBr. അപ്പോൾ ഹൈഡ്രജൻ പിന്നെ ഇതിലേക്കല്ലോ കേട്ടോ. ഹാലജൻ ഇവിടെ വന്നാൽ ഹൈഡ്രജൻ പിന്നെ ഈ ഡബിൾ ബോണ്ട് കാർബണിലേക്ക് പോകണം. CH3. അപ്പോൾ ഈ 2 എലമെന്റ് വന്നതുകൊണ്ട് ഡബിൾ ബോണ്ട് എന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ടായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു when hydrogen halide added to unsymmetrical alkene, the halogen should attach the double bond carbon having least number of hydrogen atom. ഹൈഡ്രജൻ ആറ്റം കുറഞ്ഞ ഡബിൾ ബോണ്ട് കാർബണിലേക്കാണ് ഹാലജൻ വരേണ്ടത്. ഇത് റൂളാണ്. ഈ റൂളിൻ്റെ പേരാണ് മാർക്കോണിക്കോവ്സ് റൂൾ. ഈ റൂളിൻ്റെ പേര് മാർക്കോണിക്കോവ്സ് റൂൾ. അപ്പോൾ എന്താണ് മാർക്കോണിക്കോവ്സ് റൂൾ എന്ന് പറഞ്ഞാൽ? വെൻ ഹൈഡ്രജൻ ഹാലൈഡ് ഈസ് ആഡഡ് ടു അൺസിമ്മട്രിക്കൽ ആൽക്കീൻ, ദ ഹാലജൻ ഷുഡ് അറ്റാച്ച് ദ ഡബിൾ ബോണ്ട് കാർബൺ ഹാവിങ് ലീസ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇതാണ് മാർക്കോണിക്കോവ്സ് റൂൾ. ഓക്കെ, ഇനി നമുക്ക് ഇതേ റിയാക്ഷൻ തന്നെ നടക്കുന്നത്. ഇപ്പോൾ ഇതേ റിയാക്ഷൻ നടക്കുന്നത് പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണെങ്കിൽ, ഞാനിതൊന്നും കൂടെ അങ്ങോട്ട് എഴുതുകയാണ്. CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr. ഇതേ റിയാക്ഷൻ നടക്കുന്നത് പെറോക്സൈഡിൻ്റെ പ്രസൻസിലാണെങ്കിൽ അവിടെ മാർക്കോണിക്കോവ്സ് റൂൾ അല്ല നമ്മൾ ഒബേ ചെയ്യേണ്ടത്, ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂളാണ്. അതായത് മാർക്കോണിക്കോവ്സ് റൂളിന് എതിരായിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യും? പെറോക്സൈഡിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ നമ്മൾ എടുക്കണം. അതേതായിരിക്കും റൂള്? ഹൈഡ്രജൻ ഹാലൈഡ് ഈസ് ആഡഡ് ടു അൺസിമ്മട്രിക്കൽ ആൽക്കീൻ. The halogen should attach the double bond carbon having more number of hydrogen atom. Halogen should attach double bond carbon atom having more number of hydrogen atom. അപ്പോൾ നമ്മളെ പ്രോഡക്റ്റ് എങ്ങനെയാണ് വരിക? CH3 അല്ലേ, ഇവിടേക്ക് ഹൈഡ്രജനും കൊടുക്കുക, ബ്രോമിന് ഇവിടേക്കും കൊടുക്കുക. അപ്പോൾ CH2Br ഇങ്ങനെ പ്രോഡക്റ്റ് കിട്ടും. ഈ റൂളിൻ്റെ പേരെന്താണ്? ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ. അതിൻ്റെ പേര് ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ. അപ്പോൾ എന്താ ആൻറ്റി മാർക്കോണിക്കോവ്സ് റൂൾ എന്ന് പറഞ്ഞാൽ? വെൻ ഹൈഡ്രജൻ ഹാലൈഡ് ഈസ് ആഡഡ് ടു അൺസിമ്മട്രിക്കൽ ആൽക്കീൻ, ഹാലജൻ ഇൻ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്, ഹാലജൻ ഷുഡ് അറ്റാച്ച് the double bond carbon atom having more number of hydrogen atom. That is anti-Markovnikov's rule. Then ആൽക്കൈനുകൾ YNA ആണ്. അപ്പോൾ കാർബൺ ബോണ്ട് ഏതായിരിക്കണം? ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കണം. അവരുടെ ജനറൽ ഫോർമുല നമുക്കറിയാം, CnH2n-2. CnH2n-2. അപ്പം അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ 2 കാർബൺ ആറ്റം എടുക്കുക കേട്ടോ. n = 2 ആണെങ്കിൽ ഹൈഡ്രജൻ്റെ എണ്ണം എത്രയായിരിക്കും? 2 × 2 4 4 - 2 2. അപ്പോൾ C2H2 എന്താണ്? ആൽക്കൈനാണ്. എങ്ങനെ ആൽക്കൈനായി നോക്കാം? 2 കാർബൺ 2 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഹൈഡ്രജൻ ഇവിടെ കൊടുത്തു, ഒരു ഹൈഡ്രജൻ ഇതിൽ കൊടുത്തു. കാർബണിൻ്റെ വാലൻസി 4 ആണല്ലോ. ഒരു പാർട്ടിൽ ഹൈഡ്രജൻ, ബാക്കി 3 ഭാഗം നമ്മൾ എന്ത് ചെയ്യുക? ബോണ്ട് കൊടുക്കണം. അങ്ങനെ CH ട്രിപ്പിൾ ബോണ്ട് CH കിട്ടി. ഇതിൻ്റെ പേരാണ് എഥൈൻ കേട്ടോ. ഈ എത്ത് ട്രിപ്പിൾ ബോണ്ട് വന്നതുകൊണ്ട് YNE. സോ ഇറ്റ്സ് നെയിം ഈസ് എഥൈൻ. അപ്പം നമുക്ക് അടുത്തൊരു കോമ്പൗണ്ട് നോക്കാം. C4 ആണെങ്കിൽ ഹൈഡ്രജൻ എത്രയായിരിക്കും? 2 × 4 8 8 - 2 6. അപ്പോൾ C4H6ൻ്റെ സ്ട്രക്ചർ നമുക്ക് ജസ്റ്റ് നോക്കാം. 4 കാർബൺ ആറ്റം,
ആൽക്കൈനാണ്, YNA ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് കൊടുക്കാം. പിന്നെ കൊടുത്ത കാർബണിൻ്റെ പൊസിഷനൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നെയിമിങ്ങിൽ ഉൾപ്പെടുത്തണം എന്നുള്ള. അപ്പോൾ രണ്ടാമത്തെ കാർബണിലാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ബ്യൂട്ട് 2 വൈൻ എന്ന് കൊടുക്കേണ്ടി വരും, YNA. അപ്പം ഇനി നോക്ക്, ബാക്കിയൊക്കെ സിംഗിൾ ബോണ്ട്. ഹിയർ 3 കാർബൺ ഹൈഡ്രജൻ ആറ്റം. ഇവിടെ കാർബണിൻ്റെ പിന്നാലെ 1 2 3 4 4 ബോണ്ട് ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ വേണ്ട. ഈ കാർബണിനും 3+1 4 ബോണ്ട് ഉണ്ട്. നോ നീഡ് ഓഫ് ഹൈഡ്രജൻ. ഈ കാർബണിന് 3 ഹൈഡ്രജൻ. നോക്ക്, ഫോർമുല ക്ലിയർ ആണോ നോക്ക്. 1 2 3 4 4 കാർബൺ ആറ്റം. ഹൈഡ്രജനോ 3+3 6 ഹൈഡ്രജൻ ആറ്റം. ഇറ്റ്സ് നെയിം ഈസ് 4 കാർബൺ, സോ ബ്യൂട്ട്. ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, YNA. ട്രിപ്പിൾ ബോണ്ടിൻ്റെ പൊസിഷൻ ഏതാ? ഇവിടെ നിന്ന് എണ്ണി നോക്കാം, 1 2 രണ്ടാമത്തെ കാർബണിലാണ്. അവിടെ നിന്ന് എണ്ണി നോക്കിയാലും രണ്ടാമത്തെ കാർബണിലാണ്. ആ ബ്യൂട്ട് 2 വൈൻ, ബ്യൂട്ട് 2 വൈൻ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൽക്കൈനുകൾക്ക് നമ്മൾ പേര് കൊടുക്കുന്നത് ഈ മെത്തേഡിലൂടെയാണ്. ഇനി നമുക്ക് ആൽക്കൈനുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻസ്. ആൽക്കൈനുകളുടെ പ്രിപ്പറേഷൻ. ഇപ്പം നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ ആൽക്കൈനുകളെ നമ്മൾ പ്രിപ്പയർ ചെയ്യണത് ഫ്രം കാൽഷ്യം കാർബൈഡാണ്. കാൽഷ്യം കാർബൈഡിൽ നിന്നാണ്. കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞാൽ CaC2. ഇതാണ് കാൽഷ്യം കാർബൈഡ്. ഈ കാൽഷ്യം കാർബൈഡിലേക്ക് നമ്മൾ 2H2O ആഡ് ചെയ്യും, വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യാം. കാൽഷ്യം കാർബൈഡിന് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്താം. കാൽഷ്യം കാർബൈഡ് പ്ലസ് 2H2O. കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? കാൽഷ്യവും വാട്ടറും കൂടെ കൂടിച്ചേർന്നാൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും, CaOH twice. ഇനി ഇവിടെ ആരാ ബാക്കി ഉണ്ടാവുക? കാൽഷ്യം കഴിഞ്ഞു, 2 OH കഴിഞ്ഞു അല്ലേ. ടോട്ടൽ 4 ഹൈഡ്രജനും 2 ഓക്സിജനാണ്. അപ്പോൾ 2 ഓക്സിജനും 2 ഹൈഡ്രജനും കഴിഞ്ഞു. ഇനി ഇവിടെ 2 ഹൈഡ്രജനും ഉണ്ട്, ഇവിടെ 2 കാർബണും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? C2H2. C2H2 എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റം, അതിൻ്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട്, അതാണ് C2H2. അതിൻ്റെ പേരാണ് എഥൈൻ. അതിൻ്റെ വേറെ പേരാണ് അസറ്റലീൻ. എഥൈൻ ഓർ അസറ്റലീൻ ആണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ കാൽഷ്യം കാർബൈഡിനെ ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് കിട്ടുന്ന എന്താണ്? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് എഥൈൻ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൽക്കൈൻ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് ആൽക്കൈൻ ഉണ്ടാക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ഫ്രം വിസിനൽ ഡൈഹാലൈഡ്സ്. വിസിനൽ ഡൈഹാലൈഡിൽ നിന്നും എങ്ങനെ ആൽക്കൈൻ ഉണ്ടാക്കാം. അപ്പോൾ വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 2 ഹാലജൻ, 2 തൊട്ടടുത്ത കാർബണിലായിട്ട് ഹാലജൻ കാണിക്കുന്നതിനെയാണ് നമ്മൾ വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറയാം. സപ്പോസ് CH2Br, ഇതൊരു വിസിനൽ ഡൈഹാലൈഡാണ്. ഇതിൻ്റെ പേരെന്തായിരിക്കും? 1 2 2 കാർബൺ ആറ്റത്തിലും 1 2 ഡൈബ്രോമോ ഈഥൈൻ എന്നാണ് പേര് വരിക. 1 2 ഡൈബ്രോമോ ഈഥൈൻ വിസിനൽ ഡൈഹാലൈഡാണ്. ഇതിന് നമ്മൾ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടക്കാം. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ അവിടെ ഡീഹൈഡ്രോ ഹാലോജിനേഷനാണ് നടക്കുക. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ, അതായത് ഇവിടുത്തെ ഹാലജനും പോവും, അവിടുന്ന് ഒരു വാട്ടറും പോവും. അതാണ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. അപ്പോൾ നമുക്ക് പിന്നെ ഈ കെയും ഒരു Br കൂടെ എന്തായി? KBr പോയി. പിന്നെ ഈ OHും പിന്നെ ഇവിടെ നിന്ന് ഒരു Hും കൂടെ എടുത്തിട്ട് എന്ത് സംഭവിക്കാം? H2Oയും പോയി. അപ്പോൾ ഡീഹൈഡ്രോ ഹാലോജിനേഷനായി. വാട്ടറും പോയി, ഹാലജനും പോയി. അപ്പോൾ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ. ഇനി ഇവിടെ ആരൊക്കെ ബാക്കി ഉണ്ടാവാം? ഇനി ഇവിടെ ഉള്ളത് ആകെ ഒരു CH2 ഉള്ളത്. ഇവിടെ CH ഉണ്ട്, ഒരു Br ഉണ്ട് അല്ലേ. ഇവിടുത്തെ ഒരു H പോയല്ലോ വാട്ടറിന് വേണ്ടിയിട്ട്. ഈ Br പോയി KBrന് വേണ്ടിയിട്ടും. അപ്പം ഇവിടെ ബാക്കിയുള്ളത്
ഇവിടെ ഒരു CH2, ഇവിടെ CHBr, CH2 CHBr. അപ്പം ഇനി നോക്ക്, കാർബണിൻ്റെ വാലൻസി 4ആണ്. ഈ കാർബണിൻ്റെ പിന്നാലെ 2 എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ ബോണ്ട് ഏതാ കൊടുക്കുക? ഡബിൾ ബോണ്ട് കൊടുക്കണം അല്ലേ? അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CHBr എന്ന് വന്നു. ഇനി ഈ കോമ്പൗണ്ടിന് നമ്മൾ ഇതിൽ നിന്ന് സോഡിയം ബ്രോമൈഡും അമോണിയയും പോവാം കേട്ടോ. നമ്മൾ NaNH2മായിട്ട് റിയാക്ഷൻ നടത്താം. ഇതിന് ഈ കോമ്പൗണ്ടിന് നമ്മൾ NaNH2മായിട്ട് റിയാക്ഷൻ നടത്താം. അങ്ങനെ റിയാക്ഷൻ നടന്നാൽ ഈ സോഡിയവും ഈ ബ്രോമിനും കൂടെ പോകും. ഒരു NaBr അവിടുന്ന് പോയി. പിന്നെ ഈ NH2വും ഇവിടെ നിന്ന് ഒരു H എടുത്തിട്ട് കേട്ടോ, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ എടുത്തിട്ട് ആരും കൂടെ പോവും? NH3യും പോയി. പിന്നെ ഇവിടെ ആരാ ബാക്കിയുള്ളത്? ഇവിടെ CH ഉണ്ട്, ഇവിടെ CH ഉണ്ട്. ഈ Br NaBrന് വേണ്ടി പോയി, ഈ H അമോണിയ ഉണ്ടാക്കാൻ വേണ്ടിയും പോയി. അവർ CHും CHും. അപ്പോൾ നമുക്ക് CH എന്ന് എഴുതിയാൽ അതിൻ്റെ ഇടയിലുള്ള ബോണ്ട് ഏതാ വരിക? ഏത് ബോണ്ടാണ് ഇടയിൽ വരിക? കാർബണിൻ്റെ വാലൻസി 4 ആണ്, ഒരു ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏത് ബോണ്ട് കൊടുക്കണം? ട്രിപ്പിൾ ബോണ്ട് കൊടുക്കണം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എഥൈൻ, അതായത് ആൽക്കെയിൻ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ആൽക്കെയിൻ ഉണ്ടാക്കാനുള്ള രണ്ടാമത്തെ ഒരു മെത്തേഡ് ഫ്രം വിസിനൽ ഡൈഹാലൈഡ് എന്നുള്ളതാണ്. വിസിനൽ ഡൈഹാലൈഡ് എന്ന് പറഞ്ഞാൽ 2 തൊട്ടടുത്ത കാർബണിലും ഹാലജൻ വരാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് 1,2 ഡൈബ്രോമോ ഈഥൈൻ. അതിന് നമ്മൾ ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടന്നു. അപ്പോൾ അവിടെ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ നടക്കും. അതായത് ഇവിടുത്തെ ഹാലജനും പോവും, പിന്നെ ഈ OHും ഇതിലൊരു Hും കൂടെ വാട്ടറും പോവും. അപ്പോൾ നമ്മൾ ഈ Kയും ഈ Brും കൂടെ KBr പോയി, ഈ OHും ഇതിലത്തെ ഒരു Hും കൂടെ എടുത്തിട്ട് എന്ത് ചെയ്തു? Kയും ഈ Brും കൂടെ KBr പോയി, OHും ഇതിലത്തെ ഒരു ഹൈഡ്രജനും കൂടെ എടുത്തിട്ട് നമ്മൾ H2O പോയി. പിന്നെ നമുക്ക് ആരെ കിട്ടി? C, ഈ 2 ഹൈഡ്രജൻ, ഈ Cൻ്റെ കൂടെ ഒരു ഹൈഡ്രജനും ഒരു Brും. അപ്പോൾ അവിടെ ഡബിൾ ബോണ്ട് വരും. എന്നിട്ട് ആ കോമ്പൗണ്ടിലേക്ക് നമ്മൾ സോഡാമൈഡ് NaNH2 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? Brും ഈ Naയും കൂടെ NaBr പോയി, ഈ NH2വും ഇതിലത്തെ ഒരു ഹൈഡ്രജനും കൂടെ NH3, അമോണിയയും അവിടുന്ന് എലിമിനേറ്റ് ചെയ്തു. ബാക്കിയുള്ളത് CH. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ബോണ്ട് ട്രിപ്പിൾ ബോണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ 2 മെത്തേഡിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ ആൽക്കൈനുകളെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ആൽക്കൈൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതിൽ ഫസ്റ്റ് വൺ, അഡീഷൻ ഓഫ് വാട്ടർ. സപ്പോസ് നമ്മളൊരു ആൽക്കൈൻ എടുക്കാം, CH ട്രിപ്പിൾ ബോണ്ട് CH, അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യാം അല്ലേ? വാട്ടർ H2O, അതായത് നമുക്ക് HOH എന്ന് എഴുതാം അല്ലേ? H2O ഒന്ന് പറയാനുള്ള എളുപ്പത്തിന് വേണ്ടി HOH എന്ന് എഴുതിയെന്നേ ഉള്ളൂ. പൊതുവെ ആൽക്കൈനുകളിലേക്ക് ഹൈഡ്രോളിസിസ് നടക്കാറില്ല. ആൽക്കൈനും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ വളരെ റയറാണ്. എന്നാൽ മെർക്കുറിക് സൾഫേറ്റിൻ്റെ പ്രസൻസിൽ, അത് HgSO4ൻ്റെ പ്രസൻസ് ആൻഡ് വെരി ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിൻ്റെയും അതേപോലെ തന്നെ 1% മെർക്കുറിക് സൾഫേറ്റിൻ്റെയും പ്രസൻസിൽ എന്ത് ചെയ്യും? ഈ ആൽക്കൈനും വാട്ടറും തമ്മിലുള്ള റിയാക്ഷൻ നടക്കും. അങ്ങനെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ഒരു കാർബണിലേക്കും പിന്നെ OH അടുത്ത കാർബണിലേക്കും വരും. ഹൈഡ്രജൻ ഒരു കാർബണിലേക്ക്, OH അടുത്ത കാർബണിലേക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? CH2. ഈ H ഇങ്ങോട്ട് വന്നു, അപ്പോൾ CH2, പിന്നെ CH, ഈ CH എഴുതി, പിന്നെ ഈ OHും കൂടെ ഇങ്ങോട്ട് വരാം, OH. അപ്പം നോക്ക്, ഈ കാർബണിൻ്റെ കൂടെ 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ പിന്നെ എത്ര ബോണ്ടാണ് വേണ്ടി വരിക? വാലൻസി 4 ആണ്, അപ്പോൾ 2 ബോണ്ട് വേണം. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CHOH. ഇതിനെ നമുക്ക് വിനൈൽ ആൽക്കഹോൾ എന്നൊക്കെ വിളിക്കാം. വിനൈൽ ആൽക്കഹോൾ, ഈ കോമ്പൗണ്ടിൻ്റെ പേരാണ് വിനൈൽ ആൽക്കഹോൾ. ഈ വിനൈൽ ആൽക്കഹോളിൻ്റെ പ്രത്യേകത, ഇത് അൺസ്റ്റേബിളാണ്, വളരെ അൺസ്റ്റേബിളാണ്.
അതായത് ഇതിനിപ്പോൾ നമുക്കറിയാം, നമുക്കിവിടെ ഡബിൾ ബോണ്ടും ഉണ്ട് OH ഉണ്ട്. അപ്പോൾ ഡബിൾ ബോണ്ട് വന്ന ആൽക്കീനാണ്, OH വന്നാലോ ആൽക്കഹോളാണ്. അപ്പോൾ ഇതിനെ ഈൻ ഓൾ എന്നാണ് ഇത്തരം കോമ്പൗണ്ടിനെ വിളിക്കുക. ഈനോള്. അപ്പോൾ വിനൈൽ ആൽക്കഹോൾ ഇവിടെ ഒരു ഈനോളാണ്. അപ്പോൾ ഈ വിനൈൽ ആൽക്കഹോൾ പൊതുവെ അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് അവർ പെട്ടെന്ന് എന്ത് ചെയ്യും, സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് റീഅറേഞ്ച് ചെയ്യും. അങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോമിലേക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഈ ഹൈഡ്രജൻ ഈ കാർബണോട് കൂടെ കൂടിച്ചേരും. നമുക്ക് അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. ഈ ഹൈഡ്രജൻ ഈ കാർബണിലേക്ക് വരും. അവ എന്തായി CH3. പിന്നെ CH ഉണ്ട്, O ഉണ്ട്. ഇനി നോക്ക്, ഇവിടെ CH3 എന്ന് എഴുതിയ സ്ഥിതിക്ക് ഇതിൻ്റെ പുറത്ത് ഒരു ബോണ്ടേ പാടുള്ളൂ, അല്ലേ? സിംഗിൾ ബോണ്ടേ പാടുള്ളൂ. കാർബണിൻ്റെ ബാലൻസ് 4ആണല്ലോ. ഒരു ബോണ്ട് ഇങ്ങോട്ടുണ്ട്, ഒരു ഭാഗത്ത് ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ 2 ആള് അവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ബോണ്ട് ഏതായിരിക്കും വരിക? ഡബിൾ ബോണ്ട് വരണം. CH3 CHO എന്നാണ് വായിക്കുക കേട്ടോ. CH3 CHO, അതിൻ്റെ പേര് ആൽഡിഹൈഡ് എന്നാണ് വിളിക്കുക, ആൽഡിഹൈഡ്. അപ്പോൾ ഈ ഈനോള് അത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഐസോമറായിട്ട്, ഏത് ഐസോമറായിട്ട് മാറി? ആൽഡിഹൈഡായിട്ട് മാറി. അങ്ങനെ ഈനോള് ആൽഡിഹൈഡായിട്ട് മാറാം. അതിനെ കീറ്റോ ഈനോൾ ടോട്ടോമറൈസേഷൻ എന്നാണ് വിളിക്കുക. നോക്കി, ഇത് കിട്ടിയത് കീറ്റോ അല്ലേ, കീറ്റോണാണ്. C ഡബിൾ ബോണ്ട് O എന്ന് വന്ന ഏതാണ്? കീറ്റോ ഗ്രൂപ്പാണ്. ഇതോ ഈനോളാണ്. അപ്പോൾ കീറ്റോ ഈനോൾ ടോട്ടോമറൈസേഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വാട്ടർ, ആൽക്കൈനിലേക്ക് വാട്ടർ ആഡ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് മെർക്കുറിക് സൾഫേറ്റ് ആൻഡ് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡ്. ഫസ്റ്റ് വി ഗെറ്റ് എ വിനൈൽ ആൽക്കഹോൾ. ഇറ്റ് ഈസ് വെരി അൺസ്റ്റേബിൾ, സോ ഇറ്റ് റീഅറേഞ്ചസ്. റീഅറേഞ്ച്മെൻറ്റ് വരുത്തിയിട്ട് അതെന്തായിട്ട് മാറും? CH3 C ഡബിൾ ബോണ്ട് OH, ഒരു കീറ്റോൺ ആയിട്ട് മാറും. അപ്പോൾ ഇതിനെ കീറ്റോണും ഈനോൾ അല്ലെങ്കിൽ ഈ രൂപത്തിൽ മാറുന്നതിന് നമ്മൾ ടോട്ടോമറൈസേഷൻ എന്നാണ് വിളിക്കുക. ഇവർ 2 ആളാണ് ടോട്ടോമേഴ്സ്. ടോട്ടോമറൈസേഷൻ. ഇവിടെ ടോട്ടോമറൈസേഷൻ നടന്ന ആരൊക്കെ തമ്മിലാണ്? കീറ്റോണും ഈനോളും തമ്മിലാണ്. സോ ഇറ്റ് ഈസ് കീറ്റോ ഈനോൾ ടോട്ടോമറൈസേഷൻ. കീറ്റോ ഈനോൾ ടോട്ടോമറൈസേഷൻ എന്നാണ് വിളിക്കുക. കീറ്റോ ഈനോൾ ടോട്ടോമറൈസേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു റിയാക്ഷൻ നോക്കാം. സൈക്ലിക് പോളിമറൈസേഷൻ. അഡീഷൻ ഓഫ് വാട്ടർ കഴിഞ്ഞാൽ പിന്നെ സൈക്ലിക് പോളിമറൈസേഷൻ. സൈക്ലിക് പോളിമറൈസേഷൻ. സപ്പോസ് നമ്മൾ ഏറ്റവും ചെറിയ ആൽക്കൈൻ എടുക്കുകയാണ്, CH ട്രിപ്പിൾ ബോണ്ട് CH, അതായത് എഥൈൻ. CH ട്രിപ്പിൾ ബോണ്ട് CH, ദാറ്റ് ഈസ് എഥൈൻ. ഈ എഥൈനെ നമ്മൾ ഒരു റെഡ് ഹോട്ട് ട്യൂബിലൂടെ കടത്തിവിടാം. റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ കടത്തിവിടാം. അപ്പോൾ നമ്മളടുത്ത് ഈഥൈൻ ഉണ്ട്. ഈ ഈഥൈനെ നമ്മൾ എന്ത് ചെയ്യുക? റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ കടത്തിവിടുക. അപ്പോൾ അത് സൈക്ലിക് പോളിമറൈസേഷൻ നടക്കും. അതായത് 3 CH ട്രിപ്പിൾ ബോണ്ട് CH ആണ് റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ കടത്തിവിടുന്നത്. അപ്പോൾ അവിടെ സംഭവിക്കുക, പിന്നെ ഇപ്പോൾ ഒരു CH ട്രിപ്പിൾ ബോണ്ട്, ഒരു എഥൈൻ എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റം അല്ലേ? അപ്പോൾ 3 എഥൈൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആറ്റവും? 3 × 2 6 കാർബൺ ആറ്റം വരും അല്ലേ? 6 കാർബൺ ആറ്റം. അതേപോലെ ഇവിടെ 2 ഹൈഡ്രജൻ, 2 × 3 6 ഹൈഡ്രജൻ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഏത് മോളിക്യൂളാണ് കിട്ടുക? C6H6. C6H6 എന്നുള്ള കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരെന്താ? ബെൻസീൻ എന്നാണ് ഞാൻ പറയാം അല്ലേ? അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഫെമിലിയർ ആണ്. C6H6 ആൾട്ടർനേറ്റീവ് ആയിട്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്. C6H6 ഇറ്റ് ഈസ് നോൺ ആസ് ബെൻസീൻ. ഈ കോമ്പൗണ്ട് പേരെന്താണ്? ബെൻസീൻ എന്ന് വിളിക്കാം. അപ്പോൾ എഥൈനെ അല്ലെങ്കിൽ അസറ്റലീനെ സൈക്ലിക് പോളിമറൈസേഷൻ നടത്താം. എങ്ങനെ? അസറ്റലീൻ ഈസ് പാസ്ഡ് ത്രൂ റെഡ് ഹോട്ട് അയൺ ട്യൂബ്. ആ സൈക്ലിക് പോളിമറൈസേഷൻ നടന്നിട്ട് നമുക്ക് എന്ത് പ്രോഡക്റ്റ് കിട്ടും? ബെൻസീൻ എന്നുള്ള പ്രോഡക്റ്റ് കിട്ടും. C6H6 ദാറ്റ് ഈസ് ബെൻസീൻ. ഓക്കെ, ഇതാണ് എഥൈൻ്റെ സൈക്ലിക് പോളിമറൈസേഷൻ. നമുക്ക് അടുത്തൊരു കോമ്പൗണ്ടാണ് ബെൻസീൻ.
C6H6. നമുക്ക് ബെൻസീൻ എന്നുള്ളത് ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. എന്തുകൊണ്ട്? ബെൻസീൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. ഇതാണ് ബെൻസീൻ. ഒരു കോമ്പൗണ്ട് ആരോമാറ്റിക് കോമ്പൗണ്ട് ആവാനുള്ള കണ്ടീഷൻ ഒന്ന്, അത് സൈക്ലിക് ആയിരിക്കണം, അതായത് റിംഗ് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അതായിരിക്കുന്നുണ്ട് ബെൻസീൻ ഉണ്ട്. രണ്ടാമത്തൊന്ന് പ്ലനാർ ആയിരിക്കണം, അതായത് ഒരു പ്ലെയിനിൽ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന കോമ്പൗണ്ട് ആയിരിക്കണം. ബെൻസീന് പ്ലനാറാണ്. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ കോൺജുഗേറ്റഡ് സിസ്റ്റം ആയിരിക്കണം. കോൺജുഗേറ്റഡ് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവായിട്ട് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ഇങ്ങനെ ഉണ്ടായിരിക്കണം. നോക്കിയത് ഡബിൾ ബോണ്ട്, പിന്നെ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ കോൺജുഗേറ്റഡ് എന്ന് വിളിക്കുക. നാലാമത്തെ കണ്ടീഷൻ ഹക്കിൾസ് റൂള് ഒബേ ചെയ്യണം. ഹക്കിൾസ് 4n+2 പൈ റൂള് ഒബേ ചെയ്യണം. 4n+2 പൈ റൂൾ ഒബേ ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ എന്നിന് പകരം 1 എന്ന് കൊടുത്തു വിചാരിക്കുക. എന്നിന് പകരം 1 കൊടുത്താൽ എന്താ വരിക? 4 × 1+2 പൈ. അത്രയും പൈ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് നമ്മൾ നോക്കുന്നത്. 4 × 1+2 എന്ന് പറഞ്ഞാൽ എത്രയാ? 6 പൈ ഇലക്ട്രോൺ. നമുക്ക് പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ആണല്ലോ. അപ്പോൾ ഒരു പൈ ബോണ്ട് ഉണ്ടെങ്കിൽ അവിടെ 2 പൈ ഇലക്ട്രോൺ ഉണ്ടാവും. രണ്ടാമത്തെ പൈ ബോണ്ട് വന്നാലോ അപ്പോൾ 4 പൈ ഇലക്ട്രോണായി. മൂന്നാമത്തെ പൈ ബോണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ എത്ര പൈ ഇലക്ട്രോണായി? 6 പൈ ഇലക്ട്രോണായി. അപ്പോൾ എന്നിന് 1 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 × 1+2 പൈ ഇലക്ട്രോൺ, 6 പൈ ഇലക്ട്രോൺ എന്ന് കിട്ടി. അപ്പോൾ ബെൻസീൻ റിംഗിൽ എത്ര പൈ ഇലക്ട്രോൺ ഉണ്ട്? 2, 4, 6, 6 പൈ ഇലക്ട്രോൺ ഉണ്ട്. സോ ബെൻസീൻ ഈസ് എൻ ആരോമാറ്റിക് കോമ്പൗണ്ട്. അപ്പം ഇനി അടുത്തൊരു ആരോമാറ്റിക് കോമ്പൗണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യണം? എന്നിന് നമ്മൾ 2 എന്ന് കൊടുക്കാം. അപ്പോൾ 4 × 2+2 8+2 10 എന്ന് കിട്ടും. അങ്ങനെ 10 പൈ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് എന്താണ്? ആരോമാറ്റിക്കാണ്. അതാണ് 4n+2 പൈ റൂൾ ഒബേ ചെയ്യണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബെൻസീൻ ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. എന്തുകൊണ്ടാണ്? ബെൻസീന് സൈക്ലിക് ആണ്, പ്ലനാർ ആണ്, കോൺജുഗേറ്റഡ്, ആൻഡ് ഇറ്റ് ആൾസോ ഒബേ ഹക്കിൾസ് 4n+2 പൈ റൂൾ. ഓക്കെ, ഇനി നമുക്ക് ഈ ബെൻസീൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ബെൻസീൻ. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രിപ്പറേഷൻ നമ്മൾ ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞു. ഏതായിരുന്നു ആ പ്രിപ്പറേഷൻ? ബെൻസീൻ്റെ ഒരു പ്രിപ്പറേഷൻ നമ്മൾ പഠിച്ചു. പിന്നെ CH ട്രിപ്പിൾ ബോണ്ട് CH ഒരു 3 എടുത്തിട്ട് സൈക്ലിക് പോളിമറൈസേഷൻ നടക്കുന്ന പ്രോസസ്സ് അല്ലേ. റെഡ് ഹോട്ട് അയൺ ട്യൂബിലൂടെ നമ്മൾ ഈ അസറ്റലീനെ കടത്തിവിടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ C6H6 പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ നമ്മളൊരു പ്രിപ്പറേഷൻ മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് ഇപ്പോൾ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എടുക്കാം. സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇപ്പോൾ ബെൻസീൻ റിങ്ങിൻ്റെ മേലെ COONA എന്ന് കൊടുത്തു. സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്, അല്ലെങ്കിൽ ഇവിടെ ബെൻസോയിക് ആസിഡ് എന്ന് പറയും. എന്നിട്ട് നമ്മൾ അതിൻ്റെ റിയാക്ഷൻ നടക്കുന്നത് +NaOH ഇൻ പ്രസൻസ് ഓഫ് CaO. സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും കാൽഷ്യം ഓക്സൈഡിൻ്റെയും സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടക്കുക ഇൻ പ്രസൻസ് ഓഫ് CaO. ഈ NaOHും CaOയും കൂടെ കൂടിയ മിക്സ്ചറിനെയാണ് സോഡ ലൈം എന്നാണ് വിളിക്കുക. NaOHും CaOയും കൂടെ കൂടിയ മിക്സ്ചറിൻ്റെ പേരെന്താണ്? സോഡ ലൈം എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഈസ് ട്രീറ്റഡ് വിത്ത് സോഡ ലൈം. എന്തൊക്കെ പ്രോഡക്റ്റാണ് കിട്ടുക നോക്കാം. നോക്ക്, ഈ 2 NA എടുക്കുക. അപ്പോൾ Na2, ഈ ഒരു C എടുത്തു, ഈ 2 Oയും ഈ ഒരു Oയും കൂടെ എടുത്തു. അപ്പോൾ എന്താ കിട്ടി? Na2CO3. Na2CO3 സോഡിയം കാർബണേറ്റ്. ഇനി ആരാ ബാക്കിയുള്ളത്? ഇനി ഈ ഒരു ഹൈഡ്രജൻ മാത്രം, അത് ഇവിടേക്ക് ഇങ്ങോട്ട് കയറി വരാം. ഈ COONA ഒക്കെ വരണമെങ്കിൽ ബെൻസീനത്തെ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഹൈഡ്രജൻ പോയിട്ടാണ് COONA വന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാം?
ഈ ഹൈഡ്രജൻ പോയ ഹൈഡ്രജനെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരിക. അപ്പോൾ ആ കോമ്പൗണ്ട് എന്തായിട്ട് മാറും? ബെൻസീനായിട്ട് മാറും. അപ്പോൾ ബെൻസീൻ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ്, സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡിന് നമ്മൾ സോഡ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്യാം. സോഡ ലൈം എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെയും കാൽഷ്യം ഓക്സൈഡിൻ്റെയും മിക്സ്ചറാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോഡിയം കാർബണേറ്റ് പ്ലസ് ബെൻസീൻ. നമ്മളിങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് ഡബിൾ ബോണ്ട് വരയ്ക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു റൗണ്ട് കൊടുത്താലും രണ്ടും ഒരേ മീനിങ്ങിൽ തന്നെയാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ബെൻസീൻ്റെ രണ്ടാമത്തെ പ്രിപ്പറേഷൻ പഠിച്ചു. സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ് ട്രീറ്റഡ് വിത്ത് NaOH in presence of calcium oxide we get sodium carbonate and benzene. ഓക്കെ, ഇനി നമുക്ക് ബെൻസീൻ ഉണ്ടാക്കാനുള്ള അടുത്ത ഒരു മെത്തേഡ് നോക്കാം. നമ്മൾ എടുക്കുന്നത് ഫിനോൾ എന്നുള്ള കോമ്പൗണ്ട് എടുക്കാം. ഫിനോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിനോൾ എന്ന് പറഞ്ഞാൽ ബെൻസീൻ്റെ മേലെ OH വരുന്നതിൻ്റെ പേരാണെന്ത്? ഫിനോൾ. ബെൻസീൻ്റെ മേലെ OH വരുന്നതിനെയാണ് നമ്മൾ ഫിനോൾ എന്ന് വിളിക്കുക. ഈ ഫിനോളിനെ നമ്മൾ സിങ്ക് വെച്ച് ചൂടാക്കുക. ഫിനോളിനെ നമ്മൾ എന്ത് ചെയ്യുക? സിങ്ക് വെച്ചിട്ട് ഹീറ്റ് ചെയ്യാം. അപ്പം എന്ത് ഫോം ചെയ്യും? സിങ്കും ഈ ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് ZnO. ഈ Znഉം ഇവിടുത്തെ ഓക്സിജനും കൂടെ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും? സിങ്ക് ഓക്സൈഡ്, ദാറ്റ് ഈസ് ZnO. സിങ്ക് ഓക്സൈഡ്, ദാറ്റ് ഈസ് ZnO. പിന്നെ ബാക്കി ഈ ഹൈഡ്രജൻ ഇവിടെ വരുമ്പോഴാണ് അതെന്തായിട്ട് മാറുക? ബെൻസീനായിട്ട് മാറുക. അപ്പോൾ അതെങ്ങനെ അത് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ OH വരണമെങ്കിൽ ബെൻസീനത്തെ ഒരു ഹൈഡ്രജൻ പോയിട്ടുണ്ട്. ആ പോയ ഹൈഡ്രജനെ തിരിച്ചിങ്ങോട്ട് കൊടുത്താൽ അവിടെ എന്ത് കിട്ടുള്ളൂ? ബെൻസീൻ കിട്ടുള്ളൂ. ആ ബെൻസീൻ്റെ 3 പ്രിപ്പറേഷൻ മെത്തേഡ് നമ്മൾ പഠിച്ചു. ഒന്ന്, അസറ്റലീൻ എന്ത് ചെയ്യുക? സൈക്ലിക് പോളിമറൈസേഷൻ നടത്തുക. മറ്റൊന്ന്, സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡിനെ സോഡ ലൈമുമായിട്ട് ട്രീറ്റ് ചെയ്യുക. പിന്നെ ഫിനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് സിങ്ക് ടു ഫോം സിങ്ക് ഓക്സൈഡ് ആൻഡ് ബെൻസീൻ. ദെൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ബെൻസീൻ, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പ്രധാനമായിട്ടും 5 ടൈപ്പാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് നൈട്രേഷൻ എന്നുള്ള റിയാക്ഷനാണ്. നൈട്രേഷൻ 5 എണ്ണം ഉണ്ട്. ഫസ്റ്റ് വൺ നൈട്രേഷൻ. നമ്മളിങ്ങനെയാണ് ചെയ്യുക. ബെൻസീനെയാണ് നമ്മൾ നൈട്രേഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ബെൻസീൻ എടുത്തു. ബെൻസീൻ, എന്നിട്ട് ഈ ബെൻസീൻ ട്രീറ്റഡ് വിത്ത് നൈട്രേറ്റിംഗ് മിക്സ്ചർ. നൈട്രേറ്റിംഗ് മിക്സ്ചറുമായിട്ട് റിയാക്ഷൻ നടത്താം. നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൻ്റെയും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെയും മിക്സ്ചറിനെയാണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് വിളിക്കുക. കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ അങ്ങനെ നമ്മൾ നൈട്രേറ്റിംഗ് മിക്സ്ചർ ആഡ് ചെയ്തു, അതായത് നൈട്രേഷൻ നടത്തി. നൈട്രേഷൻ നടത്തിയാൽ അവിടെ കിട്ടുന്ന ഇലക്ട്രോഫൈല് NO2 എന്നുള്ള ഗ്രൂപ്പാണ്. നൈട്രേഷൻ നടത്തിയാൽ കിട്ടുന്ന ഇലക്ട്രോഫൈൽ ഏതാണ്? NO2. അപ്പോൾ അവിടെ സംഭവിക്കുക, ബെൻസീനിലെ ഒരു ഹൈഡ്രജൻ പോയിട്ട് പകരം ആര് വരും? NO2 കയറി വരും. അതാണ് നൈട്രേഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രോഡക്റ്റ് കിട്ടുക? ബെൻസീനിലെ ഒരു ഹൈഡ്രജൻ പോയിട്ട്, അപ്പോഴത്തെ ഒരു ഹൈഡ്രജൻ പോയിട്ട് പകരം ആര് വരിക? NO2 എന്നുള്ള കോമ്പൗണ്ട് വരിക. ഇപ്പം ഈ പ്രോഡക്റ്റിൻ്റെ പേരാണ് നൈട്രോബെൻസീൻ. ഇതിൻ്റെ പേരെന്താണ്? നൈട്രോബെൻസീൻ. NO2 വന്നാൽ അതിൻ്റെ പേര് നൈട്രോബെൻസീൻ. നൈട്രോബെൻസീൻ. ബാക്കി അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടറൊക്കെ ഉണ്ടാവും. അത് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല. നമ്മൾ മെയിൻ പ്രോഡക്റ്റ് ഏതാണ്? നൈട്രോബെൻസീൻ. അപ്പോൾ ബെൻസീനെ നമ്മൾ നൈട്രേഷൻ നടത്തിയാൽ വി ഗെറ്റ് നൈട്രോബെൻസീൻ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത റിയാക്ഷനാണ് ബെൻസീന് നമ്മൾ സൾഫോണേഷൻ നടത്തുക. സൾഫോണേഷൻ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റിയാക്ഷൻ സൾഫോണേഷൻ. സൾഫോണേഷൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ബെൻസീൻ റിയാക്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് H2SO4. ബെൻസീൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ഷൻ നടക്കുക.
അങ്ങനെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ, അതായത് സൾഫോണേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഇലക്ട്രോഫൈല് SO3H എന്നുള്ള ഗ്രൂപ്പാണ്. SO3H അതായത് സൾഫോണിക് ആസിഡ്. SO3H എന്ന് പറഞ്ഞാൽ സൾഫോണിക് ആസിഡ്. അപ്പോൾ നമ്മൾ ഈ NO2 പകരം സൾഫോണേഷൻ നടത്താൻ എന്താ വരിക? SO3H എന്ന് വരും. SO3H. So the name of this compound is ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഈ കോമ്പൗണ്ട് പേരെന്താണ്? ബെൻസീൻ സൾഫോണിക് ആസിഡ്. ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ബെൻസീനെ സൾഫോണേഷൻ നടത്തിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസീൻ സൾഫോണിക് ആസിഡ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ റിയാക്ഷൻ നോക്കാം. ഹാലോജിനേഷൻ ആണ്. ഹാലജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമ്മളിവിടെ ക്ലോറിൻ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോറിനേഷൻ എന്ന് പറയാം. ക്ലോറിനേഷൻ നടത്തുക എന്ന് വെച്ചാൽ ബെൻസീനിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുക? ക്ലോറൈഡ് ആഡ് ചെയ്യുക. ബെൻസീൻ പ്ലസ് Cl2. ഈ ക്ലോറിനേഷൻ നടത്തുന്നത് ഇൻ പ്രസൻസ് ഓഫ് FeCl3. ഫെറിക് ക്ലോറൈഡിൻ്റെ പ്രസൻസിലാണ് ക്ലോറിനേഷൻ നടത്തുക. അപ്പോൾ ക്ലോറിനേഷൻ നടത്തിയാൽ കിട്ടുന്ന ഇലക്ട്രോഫൈൽ ഏതാണ്? ഒരു Cl, ക്ലോറോ. ക്ലോറിനേഷൻ നടത്തിയാൽ കിട്ടുന്ന ഇലക്ട്രോഫൈൽ ക്ലോറോ Cl ആണ്. അപ്പോൾ നമ്മളിവിടെ എന്തായിട്ട് മാറും? ഇവിടെ ഒരു Cl കൊടുക്കും. അപ്പോൾ ഈ കോമ്പൗണ്ട് പേരെന്തായി? ക്ലോറോബെൻസീൻ. ഈ കോമ്പൗണ്ട് പേര് ക്ലോറോബെൻസീൻ. അപ്പോൾ ബെൻസീന് നമ്മൾ ക്ലോറിനേഷൻ നടത്തിയാൽ വി ഗെറ്റ് ദ പ്രോഡക്റ്റ് ക്ലോറോബെൻസീൻ. അപ്പോൾ ബെൻസീൻ നൈട്രേഷൻ നടത്തിയാൽ നൈട്രോബെൻസീൻ, സൾഫോണേഷൻ നടത്തിയാൽ ബെൻസീൻ സൾഫോണിക് ആസിഡ്, ക്ലോറിനേഷൻ നടത്തിയപ്പോൾ ക്ലോറോബെൻസീൻ. ഇനി നമുക്ക് നാലാമത്തെ റിയാക്ഷൻ ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ നടത്തുക ആൽക്കൈൽ ഹാലൈഡിൻ്റെ പ്രസൻസിലാണ്. സപ്പോസ് CH3Cl ഒരു ആൽക്കൈൽ ഹാലൈഡാണ്. അപ്പോൾ അതുമായിട്ട് റിയാക്ഷൻ നടക്കുന്നതിൻ്റെ പേരാണ് ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷനുകളൊക്കെ നടക്കുന്നത് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ് AlCl3. ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3. എന്നിട്ട് നമ്മൾ ആൽക്കൈലേഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഇലക്ട്രോഫൈൽ ഈ ആൽക്കൈൽ ഗ്രൂപ്പാണ്. CH3 ആണ് നമുക്കവിടെ കിട്ടുന്ന ഇലക്ട്രോഫൈൽ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് ഒരു CH3 ഈ ആൽക്കൈൽ ഗ്രൂപ്പും കൂടെ കൊണ്ടുവരും. മാറ്റിയിട്ടെന്ന് പറഞ്ഞാൽ ആ ഹൈഡ്രജനും ഈ Cl കൂടെ പിന്നെ എന്തായിട്ട് പോകും? HCl ആയിട്ട് പോകും. അങ്ങനെ എല്ലാ റിയാക്ഷനിലും ബൈ പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ CH3 ഇങ്ങോട്ട് മേലേക്ക് വന്നു. ബെൻസീൻ്റെ കൂടെ CH3 വന്നാൽ അതിൻ്റെ പേരെന്താ? മീഥൈൽ ബെൻസീൻ ഓർ ടൊളുവിൻ. ബെൻസീൻ്റെ കൂടെ CH3 വന്നാൽ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ടൊളുവിൻ എന്നാണ് വിളിക്കുക. മീഥൈൽ ബെൻസീൻ ഓർ ടൊളുവിൻ. ഇനി നമുക്ക് ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ്റെ ലാസ്റ്റ്, ഫ്രിഡൽ ക്രാഫ്റ്റിലത്തെ രണ്ടാമത്തത് ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. അസൈലേഷൻ എന്ന് പറഞ്ഞാൽ CH3Cl പകരം നമ്മൾ CH3COCl എന്ന് എഴുതി കൊടുക്കണം. അതാണ് അസൈൽ ക്ലോറൈഡ് എന്നാണ് അതിൻ്റെ പേര്. അത് CH3COCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലുമിനിയം ക്ലോറൈഡ്. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അവിടെ വരുന്ന ഇലക്ട്രോഫൈൽ ഏതായിരിക്കും? COCH3. ഇലക്ട്രോഫൈൽ ഏതാണ്? COCH3. അവിടെ വരുന്ന ഇലക്ട്രോഫൈലാണ് COCH3. നോക്ക്, ഇതൊരു ബെൻസീന് CO പിന്നെ ഒരു CH3. ഇപ്പോൾ രണ്ട് കാർബണിൻ്റെ ഇടയിൽ CO വന്നാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് കീറ്റോൺ എന്നാണ് വിളിക്കുക. കീറ്റോൺ. സോ ദിസ് കോമ്പൗണ്ട് ഈസ് അസറ്റോഫിനോൺ. ഈ കോമ്പൗണ്ടിനെ പറഞ്ഞ പേരാണ് അസറ്റോഫിനോൺ. ഓക്കെ, അപ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ 5 ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നൈട്രേഷൻ, സൾഫോണേഷൻ, ഹാലോജിനേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. ഓക്കെ.